അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഈ സമ്മേളനത്തിൻ്റെ ആദരണീയനായ അധ്യക്ഷൻ ജമാഅത്തെ ഇസ്ലാമി ജില്ലാ പ്രസിഡന്റ് CP ഹാരിസ് സാഹിബ്, ഈ സമ്മേളനത്തിൽ നമ്മെ അഭിമുഖീകരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന സെക്രട്ടറി UP സിദ്ദീഖ് സാഹിബ്, വനിതാ വിഭാഗം ജില്ലാ പ്രസിഡന്റ് PTP സാജിദ സാഹിബ, സോളിഡാരിറ്റി ജില്ലാ പ്രസിഡന്റ് KK ഫിറോസ് സാഹിബ്, SIO ജില്ലാ പ്രസിഡന്റ് ജവാദ് അമീർ, JEO ജില്ലാ പ്രസിഡന്റ് TP അഷീറ. ഈ സമ്മേളനത്തിൻ്റെ പ്രമേയം വിശദീകരിച്ചുകൊണ്ട് മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്ന പ്രിയ സുഹൃത്ത് TP ഷമീം സാഹിബ്, മക്ബൂൽ, വേദിയിലിരിക്കുന്ന മറ്റു ആദരണീയരായ നേതാക്കളെ, സമാദരണീയരായ രക്ഷിതാക്കളെ, സ്നേഹസമ്പന്നരായ സഹോദരി സഹോദരന്മാരെ, ജമാഅത്തെ ഇസ്ലാമി കേരള ഘടകം ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായി ജില്ലാ സമ്മേളനം സംഘടിപ്പിക്കുകയാണ്. കൃത്യമായ ഒരു പ്രമേയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളീയ സമൂഹവുമായി ആ ഒരു പ്രമേയം പങ്കുവെച്ചുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി ജില്ലാ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. ഇസ്ലാം ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇസ്ലാമിൻ്റെ വ്യത്യസ്തമായ ഭാവങ്ങൾ നിരന്തരമായ നിരൂപണങ്ങൾക്കും വിമർശനങ്ങൾക്കും വിധേയമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇസ്ലാമിൻ്റെ സന്തുലിത ഭാവത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആളുകളുമായി ആശയവിനിമയം നടത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ സമ്മേളനത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ആദർശ അടിത്തറകളിൽ നിന്നുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാം. ചരിത്രത്തിൽ പ്രവാചകന്മാർ നിർവഹിച്ച ദൗത്യമാണ് ഇസ്ലാമിക പ്രസ്ഥാനം ഈ സമൂഹത്തിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാം എന്ന് പറയുമ്പോൾ നേരത്തെ മക്ബൂൽ സാഹിബ് സൂചിപ്പിച്ചതുപോലെ പരമ്പരാഗതമായി സമൂഹം വെച്ചുപുലർത്തിയിരുന്ന കാഴ്ചപ്പാടുകൾക്കപ്പുറത്ത് ചരിത്രത്തിൽ പ്രവാചകന്മാർ പ്രതിനിധീകരിച്ചതുപോലെ ഈ കാലഘട്ടത്തിൽ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഒരു നവോത്ഥാന പ്രസ്ഥാനം എന്ന നിലയിൽ ജമാഅത്തെ ഇസ്ലാമി ഉദയം ചെയ്യുന്നത് തന്നെ. ഇസ്ലാം സമൂഹം മനസ്സിലാക്കിയതുപോലെ മറ്റു പല മതങ്ങളും മതങ്ങളെക്കുറിച്ച് ജനങ്ങളുമായി പങ്കുവെക്കുന്ന കാഴ്ചപ്പാടിനപ്പുറത്ത് നിന്നുകൊണ്ട് മനുഷ്യജീവിതത്തെ മുഴുവൻ അഭിമുഖീകരിക്കുന്ന, ലോകത്തോടും കാലത്തോടും സംവദിക്കുന്ന, ഏതേത് കാലഘട്ടത്തിലും ജനവിഭാഗങ്ങൾക്ക് മാർഗദർശനം നൽകാൻ കഴിയുന്ന സമഗ്രവും സന്തുലിതവുമായ ദർശനമാണ് ഇസ്ലാം എന്നതായിരുന്നു ജമാഅത്തെ ഇസ്ലാമി സമൂഹത്തോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാം, ചരിത്രത്തിൽ എക്കാലഘട്ടത്തിൽ എന്നതുപോലെ തന്നെ ഈ കാലഘട്ടത്തിലും ഒരു മതധാരയുണ്ട്. ആ മതധാര ആചാര അനുഷ്ഠാനങ്ങളിൽ അധിഷ്ഠിതമായ മതധാരയാണ്. ആ മതധാര സ്വകാര്യ ജീവിതത്തിൽ മാത്രം പരിമിതപ്പെട്ട ഒരു മതധാരയാണ്. ഏതാണ്ട് മുഖ്യധാര ആ മതധാരയാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ കഴിയും. ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും മാത്രം പരിമിതപ്പെട്ട മുഖ്യധാര മതത്തിൻ്റെ മറുപുറത്താണ് ജമാഅത്തെ ഇസ്ലാമി സമഗ്രവും സന്തുലിതവുമായ ഒരു ദർശനത്തിൻ്റെ പ്രതിനിധാനം നിർവഹിക്കുക എന്ന ദൗത്യം ഏറ്റെടുത്തു തുടങ്ങിയത്. വിശുദ്ധ ഖുർആൻ തന്നെ അത്തരം ഒരു ധാരയെക്കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അതിൽ പലപ്പോഴും ആത്യന്തികവും അതിരുകവിഞ്ഞതുമായ ധാരകൾ നമുക്ക് കാണാവുന്നതാണ്. ഖുർആൻ മതത്തിൻ്റെ പേരിൽ സമൂഹത്തിൽ പലപ്പോഴും കാണാൻ കഴിയുന്ന
വ്യത്യസ്തമായ ധാരകളെക്കുറിച്ച് പറയുന്നിടത്ത് ഒരു തലത്തിൽ ഖുർആൻ പറയുന്നുണ്ട്, ഇന്ന കസീറ മിനൽ അഹ്ബാരി വറുഹ്ബാനി ലയഅകുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ വയസുദ്ദൂന അൻ സബീലില്ലാഹ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ആളുകളെ തടയുന്ന, മനുഷ്യർക്കും ദൈവത്തിനുമിടയിൽ ഇടനിലക്കാരായി നിലയുറപ്പിക്കുന്ന, സാധാരണക്കാരായ ആളുകളുടെ ധനം, സമ്പത്ത് മതത്തിൻ്റെ പേരിൽ പിടുങ്ങുന്ന ഒരു വിഭാഗത്തെ, പണ്ഡിത പുരോഹിത നേതൃത്വത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നതിനെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് അതും ഈ കാലഘട്ടത്തിൽ നമുക്ക് ചുറ്റും വളരെ സുലഭമാണ്. മതത്തെ ജീവിതോപാധിയായി കാണുന്ന, മതം പലപ്പോഴും സാധാരണക്കാരുടെ നിരക്ഷരതയെയും വിവരമില്ലായ്മയെയും ചൂഷണം ചെയ്തുകൊണ്ട് മതത്തിൻ്റെ മറപിടിച്ച് തടിച്ച് കൊഴുത്തു വളരുന്ന ഒരു വലിയ വിഭാഗത്തെയും നമ്മുടെ ചുറ്റുപാടും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇതിനെല്ലാം ഇടയിലാണ് സമഗ്രവും സന്തുലിതവുമായ ഇസ്ലാമിൻ്റെ പ്രതിനിധാനം നിർവഹിക്കാൻ ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വരുന്നത്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ രൂപമാണല്ലോ നമ്മളെല്ലാവരും പത്രത്തിൽ വായിച്ചതുപോലെ മുലപ്പാല് നിരാകരിക്കുന്ന ഒരു മതത്തെക്കുറിച്ച് നമ്മുടെ നാട്ടിൽ വമ്പിച്ച ചർച്ച നടക്കുകയുണ്ടായി. ഉമ്മ ഒരു കുഞ്ഞിന് ജന്മം നൽകി കഴിഞ്ഞാൽ ആ കുഞ്ഞിന് ആ ഉമ്മയുടെ മാറിടത്തിൽ ദൈവം തമ്പുരാൻ ചുരത്തുന്ന, ഏറ്റവും പ്രാഥമികമായി ഒരു കുഞ്ഞിന് കിട്ടേണ്ടുന്ന അമ്മിഞ്ഞപ്പാല് പോലും നിരാകരിക്കപ്പെടുന്ന അർത്ഥത്തിലേക്ക് അന്ധവിശ്വാസം മതത്തിൻ്റെ തന്നെ മറപിടിച്ചു വളർന്നു വന്നു കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് നമ്മുടെ ചുറ്റുപാട് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സന്ദേശം. ഇവിടെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിൽ നിന്നുകൊണ്ട് തന്നെ ചരിത്രത്തിൽ പ്രവാചകന്മാർ നിർവഹിച്ച വിപ്ലവാത്മകവും വിഭാജനാത്മകവുമായ സാമൂഹ്യ രാഷ്ട്രീയ ഉള്ളടക്കമുള്ള, അതുപോലെ തന്നെ ആരാധനകളിലും അതുപോലെ തന്നെ ആത്മീയതയിലും സന്തുലിത ഭാവം കൈക്കൊള്ളുന്ന ഇസ്ലാമിക ദർശനത്തെ ജമാഅത്തെ ഇസ്ലാമി പ്രതിനിധീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീയീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കിഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലി ലഫീ ളലാലിൻ മുബീൻ. വിശുദ്ധ ഖുർആൻ പ്രവാചകന്റെ നിയോഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. വഴികേടിലായ ഒരു ജനവിഭാഗത്തിന് വേദഗ്രന്ഥത്തിന്റെ ഉള്ളടക്കം എന്ത് എന്ന് പറഞ്ഞു കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ അവരെ പഠിപ്പിക്കുകയും ആ പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആ സമൂഹത്തെ സംസ്കരിക്കുകയും ചെയ്യുക എന്ന ദൗത്യമാണ് യഥാർത്ഥത്തിൽ പ്രവാചകന്മാർ നിർവഹിച്ചിരുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഈ അധ്യാപനങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് 6-7 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇന്ത്യ രാജ്യത്ത് ഇസ്ലാമിക പ്രസ്ഥാനം അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് മുതൽ കാലത്തോടും ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളോടും സന്ദർഭാനുസൃതം പ്രതികരിച്ചുകൊണ്ടും സംവദിച്ചുകൊണ്ടുമാണ് അതതിൻ്റെ മുന്നോട്ടുള്ള പ്രയാണം നിർവഹിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാവുന്നതാണ്. ലോകത്തോട് ജമാഅത്തെ ഇസ്ലാമി പുറംതിരിഞ്ഞു നിന്നിട്ടില്ല. കാലഘട്ടത്തോട് ജമാഅത്തെ ഇസ്ലാമി പുറംതിരിഞ്ഞു നിന്നിട്ടില്ല. രാജ്യത്തെ ജനത അഭിമുഖീകരിക്കുന്ന സുപ്രധാനമായ വെല്ലുവിളികളോട് ജമാഅത്തെ ഇസ്ലാമി പുറംതിരിഞ്ഞു നിന്നിട്ടില്ല. അത് ആശ്രമ ജീവിതത്തെയോ ആരാധനാ കേന്ദ്രീകൃതമായ ജീവിതത്തെയോ അല്ല സമൂഹവുമായി ബന്ധപ്പെട്ട് പരിചയപ്പെടുത്തി പോന്നിട്ടുള്ളത്. ജമാഅത്തെ ഇസ്ലാമി അങ്ങനെയായത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഒരു പ്രവാചകനും എല്ലാ പ്രവാചകന്മാരും അങ്ങനെയായതുകൊണ്ടാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ചരിത്രത്തിൽ കഴിഞ്ഞുപോയ മുഴുവൻ പ്രവാചകന്മാരും അതാത് കാലഘട്ടത്തോട് മുഖാമുഖം നിന്നവരാണ്. അതത് കാലഘട്ടത്തിന്റെ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചവരാണ്. അതത് കാലഘട്ടത്തിന്റെ സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് മധ്യേ ആ സമൂഹത്തിന് കൃത്യമായ ദിശാബോധം നൽകിയവരാണ്. ചരിത്രത്തിൽ പ്രവാചകന്മാരുടെ തനിയാവർത്തനമാണ് ഇന്ത്യയിലെ ഇസ്ലാമിക പ്രസ്ഥാനവും ഈ കാലഘട്ടത്തിൽ അതിന്റെ ദൗത്യത്തിലൂടെ നിർവഹിക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി പിറന്നു വീണ ഘട്ടത്തിൽ, പിച്ചവെക്കുന്ന ഘട്ടത്തിൽ ഇന്ത്യ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളിയോട് ഇസ്ലാമിക പ്രസ്ഥാനം ആർജവത്തോടുകൂടി പ്രതികരിച്ചത്. മറ്റേതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്, ബലമുള്ള ഒരു പ്രസ്ഥാനത്തിന് അന്നത് സാധ്യമാകുമോ എന്ന് ചോദിച്ചാൽ അസാധ്യമാണ് എന്നാണ് ഞാൻ പറയുക. പിച്ചവെക്കുന്ന ഒരു പ്രസ്ഥാനം അതിന്റെ ആശയ അടിത്തറകളിൽ നിന്ന് പരിമിതനായ പ്രവർത്തകരെ വെച്ചുകൊണ്ട് ആ ആശയത്തിന് ആവിഷ്കാരം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് രാജ്യം വിഭജിക്കപ്പെടുന്നത് എന്ന ചരിത്രം നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. ഇന്ത്യ വിഭജിക്കപ്പെടാൻ പാടില്ല
പാടില്ലായിരുന്നു. അത് സയ്യിദ് മൗദൂദി അന്ന് പറഞ്ഞതാണ്. ഇന്ന് എല്ലാവരും സ്വകാര്യമായി സമ്മതിക്കുന്ന കാര്യമാണ്. രാജ്യം ഇന്നും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഉണങ്ങാത്ത വ്രണമേത് എന്ന് ചോദിച്ചാൽ ഇന്ത്യ വിഭജനത്തിനേറ്റ മുറിവാണ് ഇനിയും ഉണങ്ങാതെ കിടക്കുന്നത്. അല്ലെങ്കിൽ പലരും ഉണങ്ങാൻ അനുവദിക്കാത്തത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. വിഭജനം ഈ രാജ്യത്ത് ഏതെങ്കിലും ഒരു ജനവിഭാഗത്തിന്റെ ഭാഗത്തിൽ നിന്നുണ്ടായതാണ് എന്ന് ചരിത്ര വസ്തുതകൾ വെച്ചുകൊണ്ട് നമുക്ക് പറയുക സാധ്യമല്ല. വിഭജനം ഈ രാജ്യത്തെ ദേശീയ നേതാക്കൾ ഈ രാജ്യത്തെ പങ്കിട്ടെടുക്കാൻ കണ്ട ഏറ്റവും നല്ല ഉപായമായിരുന്നു എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതിൽ ആര് കൂടുതൽ പങ്കുവഹിച്ചോ എന്നത് നമുക്ക് ഇനിയും ചരിത്ര വിദ്യാഭ്യാസം എന്ന അർത്ഥത്തിൽ ചർച്ച ചെയ്യാവുന്ന കാര്യമാണ്. അതേസമയം ഇന്ത്യ രാജ്യം വിഭജിക്കുന്ന ഘട്ടത്തിൽ അന്ന് അബുൽ അല മൗദൂദി ആ വിഭജനത്തോട് വിയോജിച്ചുകൊണ്ട് പറഞ്ഞത് രാജ്യം വിഭജിക്കപ്പെടാൻ പാടില്ല. വിഭജനം സൃഷ്ടിക്കുന്ന മുറിവുകളുടെ അത്യന്തം അപകടകരമായ പരിണതിയെക്കുറിച്ച് അന്ന് സയ്യിദ് മൗദൂദി പ്രവചിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിൽ അവശേഷിക്കുന്ന മുസ്ലിം ന്യൂനപക്ഷത്തിന്, പാകിസ്ഥാനിൽ അവശേഷിക്കുന്ന ഹൈന്ദവ ന്യൂനപക്ഷത്തിന് അത് വരുത്തിവെച്ചേക്കാവുന്ന അപകടത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് സയ്യിദ് മൗദൂദി പറഞ്ഞത്, മതത്തിന്റെ പേരിൽ ഒരു രാജ്യത്ത് വെട്ടിമുറിച്ചത് കൊണ്ട് ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നില്ല എന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അറിയേണ്ടതുണ്ട്. ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം അതിന്റെ ആദ്യ നാളുകളിൽ ആരംഭിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. ആധുനിക ദർശനങ്ങളെ നിരൂപണം ചെയ്തുകൊണ്ടാണ് നമ്മൾ ആരംഭിച്ചത്. മതേതരത്വത്തെ ജമാഅത്തെ ഇസ്ലാമി നിരൂപണം ചെയ്തിട്ടുണ്ട്. ജനാധിപത്യത്തെ ജമാഅത്തെ ഇസ്ലാമി നിരൂപണം ചെയ്തിട്ടുണ്ട്. ദേശഭ്രാന്തിനെ, ദേശീയതയുടെ പുറംപൂച്ചണിഞ്ഞുകൊണ്ട് രംഗപ്രവേശം ചെയ്യുന്ന ദേശഭ്രാന്തിനെ കുറിച്ച് അന്ന് സയ്യിദ് മൗദൂദി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അത് ഇസ്ലാമിക ആശയ അടിത്തറകളിൽ നിന്നുകൊണ്ടാണ് എന്നെ സഹോദരന്മാർ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഇസ്ലാം എന്ന് പറയുന്നത് ആധുനികതയെ നിരൂപണം നടത്താൻ കരുത്തുള്ള ഒരു ഐഡിയോളജിക്കൽ പ്ലാറ്റ്ഫോം യഥാർത്ഥത്തിൽ ഇസ്ലാമിനുണ്ട് എന്ന് ആ കാലഘട്ടത്തിൽ സയ്യിദ് മൗദൂദി ലോകത്തോട് പറയുകയുണ്ടായി. നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഇസ്ലാമിക പ്രസ്ഥാനത്തോട് നിരന്തരമായി സംവദിക്കുന്ന സുഹൃത്തുക്കൾ അറിയണം, അന്ന് വിഭജനം എന്ന് പറയുന്നത് രാജ്യത്ത് വലിയ അപകടം വിതച്ച ഘട്ടമായിരുന്നു. ആ ഘട്ടത്തിൽ ആളുകൾ പരസ്പരം വാളേന്തിയിരുന്ന ഒരു സാഹചര്യം, ആയുധമേന്തിയിരുന്ന ഒരു സാഹചര്യം, അങ്ങോട്ടും ഇങ്ങോട്ടും കഴുത്തറുക്കുന്ന ഒരു ഘട്ടം. അന്ന് ജമാഅത്തെ ഇസ്ലാമി അതിന്റെ പ്രവർത്തകർക്ക് കൊടുത്തിരുന്ന നിർദ്ദേശം എന്തായിരുന്നു? ഹിന്ദുവും മുസൽമാനും. ഒരുപക്ഷെ കേരളത്തിന്റെ ഏറ്റവും നല്ല പ്രത്യേകത കേരളത്തിൽ ഇന്ത്യ വിഭജിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ഇന്ത്യ കേരളത്തിൽ വിഭജിക്കപ്പെട്ടിട്ടില്ല എന്നത് ഇന്നും കേരളം അനുഭവിക്കുന്ന ഏറ്റവും സംതൃപ്തിദായകം അല്ലെങ്കിൽ തൃപ്തികരമായ ഒരു സാമൂഹ്യാവസ്ഥയ്ക്ക് കാരണമായിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പക്ഷേ ഇന്ത്യ വിഭജിക്കപ്പെടുമ്പോൾ അന്ന് ഹിന്ദുവും മുസൽമാനും പരസ്പരം ആയുധമേന്തി പടവൊരുതുന്ന ഘട്ടത്തിൽ സയ്യിദ് മൗദൂദിയുടെ നേതൃത്വത്തിലുള്ള ജമാഅത്തെ ഇസ്ലാമി അതിന്റെ പ്രവർത്തകർക്ക് ഒരു സർക്കുലർ കൊടുത്തിരുന്നു, നിർദ്ദേശം കൊടുത്തിരുന്നു. ആ നിർദ്ദേശം മറ്റൊന്നുമല്ല, ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർക്ക് അന്ന് കൊടുത്ത നിർദ്ദേശം വിഭജനത്തോട് നാം യോജിക്കുന്നു എന്ന് മാത്രമല്ല, വിഭജനത്തിന്റെ ആത്യന്തികമായ ഫലം എന്ന് പറയുന്നത് പരസ്പരം കഴുത്തെറുക്കുന്ന, അതുപോലെ തന്നെ ആത്യന്തികമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടുന്ന രണ്ട് താര രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഒരു ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകന്റെ മുമ്പിൽ വെച്ച് ആരെങ്കിലും ആക്രമിക്കപ്പെട്ടാൽ അന്ന് ഇസ്ലാമിക പ്രസ്ഥാനം അതിന്റെ സഹപ്രവർത്തകർക്ക് കൊടുത്ത നിർദ്ദേശമാണ്, ഒരു ഇസ്ലാമിക പ്രവർത്തകന്റെ മുമ്പിൽ വെച്ച് ആരെങ്കിലും ആക്രമിക്കപ്പെട്ടാൽ അവൻ ഹിന്ദുവാകട്ടെ അവൻ മുസ്ലിം ആകട്ടെ, അയാൾ നിങ്ങളോട് സഹായം ചോദിക്കട്ടെ നിങ്ങളോട് സഹായം ചോദിക്കാതിരിക്കട്ടെ, നിങ്ങളുടെ ജീവിതം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവൻ അപായപ്പെടുത്തിയിട്ടാണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടണമെന്ന് വിഭജനത്തിന്റെ ഘട്ടത്തിൽ സ്വന്തം പ്രവർത്തകർക്ക് നിർദ്ദേശം കൊടുത്ത ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. അതുകൊണ്ടാണ് ഇസ്ലാമിക പ്രസ്ഥാനം എപ്പോഴും പറയുന്നത്, ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ അങ്ങേയറ്റത്തെ നിരപേക്ഷമായ അല്ലെങ്കിൽ ഉയർന്ന സഹിഷ്ണുതാപരമായ സമീപനത്തിന്, അതുപോലെ തന്നെ രാജ്യവും സമൂഹവുമായി ബന്ധപ്പെട്ട പ്രതിബദ്ധതക്ക് സർട്ടിഫിക്കറ്റ് തരാൻ യോഗ്യരായ ഒരുത്തനും ഇന്ന് രാജ്യത്ത് ജീവിച്ചിരിപ്പില്ല എന്ന് ഞങ്ങൾക്ക് പറയേണ്ടി വരുന്നത് സങ്കീർണമായ സാഹചര്യത്തിൽ സമൂഹത്തോട് ഉയർന്നു നിന്നുകൊണ്ട് പ്രതികരിക്കാൻ ഈ ഇസ്ലാമിക പ്രസ്ഥാനത്തിന് സാധിച്ചതുകൊണ്ടാണ്. ആധുനിക കാലഘട്ടത്തിൽ ഇസ്ലാമിക പ്രസ്ഥാനം എല്ലാ സന്ദർഭത്തിലും അങ്ങനെ തന്നെയാണ് പെരുമാറിയിട്ടുള്ളത്. ഇന്ന് ലോകത്ത് മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റായി മാറിയിരിക്കുന്നു. ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റായിട്ട് ഒരാൾ വരുന്നു എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ അത് നമ്മെ സംബന്ധിച്ചിടത്തോളം വിലയിരുത്തേണ്ടുന്ന കാര്യം തന്നെയാണ്. അമേരിക്ക എന്ന് പറയുന്നത്
പറയുന്നത് ഇന്നും മിഡിൽ ഈസ്റ്റിൽ ഒരുപാട് സ്വന്തം പട്ടാളത്തെ താമസിപ്പിച്ച തീറ്റിപ്പോറ്റുന്ന ഒരു രാജ്യമാണ്. ലോകത്ത് വിവിധ രാജ്യങ്ങളിൽ അധിനിവേശം നടത്തുന്ന രാജ്യമാണ്. മാത്രമല്ല ലോകത്തിന്റെ ഗതിവിഗതികൾ നിർണ്ണയിക്കുന്നിടത്ത് സുപ്രധാനമായ പങ്കുവഹിക്കുന്ന രാജ്യമാണ്. അത്തരത്തിലുള്ള ഒരു രാജ്യത്തിന്റെ തലപ്പത്ത് ഡൊണാൾഡ് ട്രംപിനെ പോലെയുള്ള ഒരു വംശവെറിയൻ വരുന്നു എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നു ആശങ്കയോടുകൂടിയാണ് ലോകം വിലയിരുത്തുന്നത്. അമേരിക്കയുടെ തന്നെ ചരിത്രത്തിൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം ഞങ്ങൾക്ക് ഡൊണാൾഡ് ട്രംപിനെ അമേരിക്കയുടെ പ്രസിഡന്റായിട്ട് വേണ്ട എന്ന് ബാനർ പിടിച്ചിട്ട് തെരുവോരങ്ങളിൽ ഒരു ജനതയും ആ ജനതയിലെ വിദ്യാർത്ഥി സമൂഹവും ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു എന്നത് അതിന്റെ സൂചനയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. മെക്സിക്കോയിൽ നിന്ന് വന്ന തൊഴിലാളികൾ അമേരിക്ക വിട്ടു പോകണം. മുസ്ലിം സമൂഹത്തിന് അമേരിക്കയിലേക്ക് വിലക്കേർപ്പെടുത്തണം. മാത്രമല്ലല്ലോ അദ്ദേഹം പറഞ്ഞത് അമേരിക്കൻ പ്രസിഡന്റുമാരെ പരിഹസിച്ചുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് കൈത്തുമ്പുകളിൽ വിരൽത്തുമ്പുകളിൽ ആണവായുധത്തിന്റെ ബട്ടണം വെച്ചുകൊണ്ട് ഇവരങ്ങോട്ട് നോക്കിയിരിക്കുകയാണ്. രാജ്യം കത്തിച്ചാമ്പലാകുന്ന ആണവായുധത്തെ കുറിച്ച് വളരെ ലാഘവത്തോടുകൂടിയാണ് ഒരു ചാനൽ അല്ലെങ്കിൽ ഒരു മീഡിയ അല്ലെങ്കിൽ ഒരു TV ആക്ടിവിസ്റ്റ് മാത്രമായ അല്ലെങ്കിൽ ഒരു TV സ്റ്റാർ മാത്രമായ ഡൊണാൾഡ് ട്രംപ് സംസാരിച്ചത് കൈകളിലുള്ള ആ ആണവായുധത്തിന്റെ ബട്ടൺ കയ്യിൽ വെച്ചിരിക്കാനുള്ളതല്ല, അത് അമർത്താനും അതുപോലെ തന്നെ അത് ഓൺ ചെയ്യാനുമുള്ളതാണ് എന്ന് അമേരിക്കൻ പ്രസിഡന്റുമാരോട് പ്രകോപനപരമായി ആവശ്യമുന്നയിച്ച വ്യക്തിയാണ് ഇന്ന് അമേരിക്ക ഭരിക്കുന്നത്. ആ അർത്ഥത്തിൽ ആഗോളതലത്തിൽ അത് വരുത്താൻ പോകുന്ന അപകടകരമായ പ്രവണതകളെ കുറിച്ച് ആശങ്കയോടുകൂടിയാണ് ലോകം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. തത്തുല്യമായ ഒരു സർക്കാർ നമ്മുടെ രാജ്യത്തും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ക്ഷമിക്കണം, രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യപരമായ മാറ്റത്തെ നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ രാജ്യത്ത് അധികാരത്തിൽ വന്നതിന് ശേഷം സംഘപരിവാർ ആ അർത്ഥത്തിൽ ജനാധിപത്യത്തെ മാനിച്ചിട്ടുണ്ടോ എന്നത് ഇനിയും നമ്മെ സംബന്ധിച്ചിടത്തോളം വിലയിരുത്തേണ്ടുന്ന കാര്യമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. 33% പിന്തുണയോടുകൂടിയാണ് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നത്. നിങ്ങൾക്കറിയാം, അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഏതേത് ഭരണകൂടങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാലും ഏതേത് രാജ്യത്താണോ വന്നത് ആ രാജ്യത്ത് 100 കോടി, ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 100 കോടി ജനവിഭാഗത്തിന്റെ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം. ഈ 100 കോടി ജനവിഭാഗത്തോട് അദ്ദേഹത്തിന്റെ ബാധ്യതയുണ്ട്. ആ 100 കോടി ജനവിഭാഗത്തെ പ്രതിനിധീകരിക്കുന്നതിന് പകരം 33% പോയിട്ട് സംഘപരിവാർ വർഗീയ അജണ്ടകളെ നിർലജ്ജമായി നടപ്പാക്കുന്ന ഒരു പ്രധാനമന്ത്രിയെയാണ് ഇന്ത്യ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നത് അപകടകരമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. രാജ്യത്തിന്റെ വൈവിധ്യത്തെ തച്ചുടക്കുന്ന ഒരു ഏകശിലാ സമൂഹത്തിന്റെ നിർമ്മിതി സാധ്യമാക്കുന്നതിന് വേണ്ടിയുള്ള അങ്ങേയറ്റത്തെ പരിശ്രമത്തിലാണ് നമ്മുടെ പ്രധാനമന്ത്രി ഇന്ന് ഏർപ്പെട്ടിരിക്കുന്നത്. എല്ലാ അർത്ഥത്തിലും പച്ചക്കാണ് രാജ്യത്തിന്റെ വർഗീയവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു വലിയ അളവോളം നേരത്തെ തന്നെ പൂർത്തിയാക്കിയതാണ്. അതിന് ഞാൻ പറയുക, ഈ രാജ്യത്തെ സെക്യുലർ ഭരണകൂടങ്ങളാണ് അറിഞ്ഞും അറിയാതെയും ഒരുപക്ഷെ അവരുടെ സാധ്യത ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് രാജ്യത്തിന്റെ ഒട്ടുമിക്ക മേഖലകളും വർഗീയവൽക്കരിക്കപ്പെട്ടത്. ഇപ്പോൾ അവശേഷിക്കുന്നത് കൂടി നരേന്ദ്രമോദിയുടെ അധികാര ആരോഹണത്തോടുകൂടി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. മീഡിയ വർഗീയവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞു. ബ്യൂറോക്രസി നേരത്തെ തന്നെ വർഗീയവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞു. ചരിത്ര കോൺഗ്രസ് പിരിച്ചുവിട്ടുകൊണ്ട് അവർക്കനുസരിച്ച ഒരു ചരിത്ര രചന ആരംഭിച്ചു കഴിഞ്ഞു. പാഠപുസ്തകങ്ങളിൽ അവർ ഇടപെട്ടുകൊണ്ടേയിരിക്കുന്നു. ഇന്ന് വിദ്യാഭ്യാസ രംഗത്ത് മാത്രമല്ല, ഈ രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് വരെ സംഘപരിവാർ ചുവടുവെച്ചു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും അതുപോലെ തന്നെ JNU യൂണിവേഴ്സിറ്റിയിൽ നിന്നും നാം കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം എന്ന് പറയുന്നത് സംഘപരിവാറിന്റെ ക്യാമ്പസുകളിലേക്കുള്ള അക്രമോത്സുകമായ കടന്നുകയറ്റത്തിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള പ്രതികരണങ്ങളാണ് എന്ന് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പറയാതിരിക്കാൻ നിർവാഹമില്ല. വംശീയതയും വംശഹത്യയുമാണ് സംഘപരിവാർ അജണ്ടയാക്കി വെച്ചിരിക്കുന്നത്. ആ അർത്ഥത്തിൽ വംശീയതയുടെയും വംശഹത്യയുടെയും ഇരകൾ ഈ രാജ്യത്ത് ഭൂരിഭാഗം വരുന്ന ദലിതുകളും അതുപോലെ തന്നെ മുസ്ലിം സമൂഹവും ഉൾപ്പെടെയുള്ള വലിയ ഒരു ജനവിഭാഗമാണ്. മുഹമ്മദ് അഖ്ലാഖ് ആ അർത്ഥത്തിൽ ആ പട്ടികയിലെ പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ്. രോഹിത് വെമുലയെ പോലെയുള്ള, അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം ഏറ്റവും അവസാനം മുഹമ്മദ് നജീബിനെ പോലെയുള്ള നമ്മുടെ ക്യാമ്പസുകളിൽ നിന്ന് ഉന്നയിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വേർ ഈസ് നജീബ്, എവിടെയാണ് നജീബ് എന്ന് ഇന്ന് ക്യാമ്പസുകളിൽ നിന്ന് ഉയരുന്ന ഒരു ചോദ്യമാണ്. പഠിക്കുന്ന ഒരു ചുറുചുറുക്കുള്ള പയ്യൻ JNUവിന്റെ ക്യാമ്പസിൽ നിന്ന് തന്റെ ആശയത്തെ പ്രതിനിധീകരിച്ചതിന്റെ പേരിലാണ് സംഘപരിവാർ സംഘടനയുടെ വിദ്യാർത്ഥി സംഘടനയുടെ പീഡനത്തിനിരയായത്. നജീബിന്റെ
ഫലസ്തീന്റെ തിരോധാനത്തിന് ശേഷം ഏതാണ്ട് 1 മാസം കഴിഞ്ഞിരിക്കുന്നു. ഭരണകൂടത്തിന് മറുപടിയില്ല. നമ്മുടെ ക്യാമ്പസിലെ ഉത്തരവാദപ്പെട്ട ആളുകൾക്ക് മറുപടിയില്ല. നജീബിന്റെ ഉമ്മ ഫാത്തിമ നസീഫ് ഇന്ത്യയിലെ ഭരണകൂടത്തോടും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി അധികൃതരോടും ചോദിക്കുന്ന ചോദ്യം എന്റെ മകൻ എവിടെ എന്ന ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സാധിച്ചിട്ടില്ല. ഭരണകൂടം പലപ്പോഴും അതിനോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന സമീപനം ഉണ്ടാകുന്നു, അഥവാ ഒരു അരക്ഷിതത്വ ബോധം ഈ രാജ്യത്തുണ്ടാകുന്നു. അത് ഉണ്ടാകണമെന്ന് സംഘപരിവാർ ആഗ്രഹിക്കുന്നു. രാജ്യം ധ്രുവീകരിക്കപ്പെടുന്നതിന് ആവശ്യമായ എല്ലാ അർത്ഥത്തിലുമുള്ള സമീപനങ്ങളും അതുപോലെ തന്നെ തന്ത്രങ്ങളുമാണ് രാജ്യത്ത് ഇന്ന് രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പ്രധാനമന്ത്രിയുടെ മൗനത്തിൽ നിന്നുകൊണ്ട്, പ്രധാനമന്ത്രിക്ക് പലപ്പോഴും സംസാരിക്കാൻ സമയം കിട്ടാറില്ല. അദ്ദേഹം യാത്രയിലാണ്. യാത്ര ചെയ്തുകൊണ്ടേ അദ്ദേഹം ജീവിക്കുകയാണ്. ആരോ പറഞ്ഞല്ലോ, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എപ്പോഴാണ് ഇന്ത്യയിൽ ഉണ്ടാവുക എന്ന് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം അന്വേഷിക്കേണ്ടുന്ന ഒരവസ്ഥയിലാണുള്ളത്. ഏറ്റവും വലിയ ഒരു കുളത്തിലിറക്കിയിട്ടാണ് അദ്ദേഹം ജപ്പാനിലേക്ക് വണ്ടി കയറിയത്. നാണയത്തിന്റെ നോട്ട് പിൻവലിച്ചിട്ട് പിറ്റത്തെ ദിവസം അദ്ദേഹം ജപ്പാനിലേക്ക് ഫ്ലൈറ്റ് കയറി. നിങ്ങൾ നോക്കണം എവിടെയാണ് നമ്മുടെ പ്രധാനമന്ത്രി ഉള്ളത് എന്ന്. ബാക്കി പണി അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകൾ ഭംഗിയായി നിർവഹിക്കുന്നുണ്ട്. പറ്റുന്ന ടീമാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്കറിയാവുന്നതുപോലെ സ്വാതി പ്രാച്ചിയെ പോലെയുള്ള, തൊഗാഡിയെ പോലെയുള്ള, മുരളി മനോഹർ ജോഷിയെ പോലെയുള്ള അദ്ദേഹം ഇന്ന് അദ്ദേഹത്തിന്റെ കണ്ണട വെച്ച് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞത് കാൺപൂരിലെ ട്രെയിൻ അപകടം പോലും പാളം വീണ്ടതല്ല, യഥാർത്ഥത്തിൽ ഗവൺമെന്റിനെതിരെ നടന്ന നീക്കത്തിന്റെ ഭാഗമാണ് പോലും. അങ്ങനെയാണ് കാര്യങ്ങൾ അവർ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ രാജ്യത്തെ വർഗീയ ധ്രുവീകരണത്തിന് പാകപ്പെടുത്തിയെടുക്കുക എന്ന് പറയുന്ന പണി വളരെ ഭംഗിയായിട്ടാണ് സംഘപരിവാർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നെന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കറിയാവുന്നതാണ്. അതിൽപ്പെട്ടതാണ് ഭോപ്പാൽ ദുരന്തം. ഭോപ്പാലിലെ 5-8 ചെറുപ്പക്കാരെ ക്രൂരമായി വെടിവെച്ച് കൊല്ലുകയുണ്ടായി. അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇന്ത്യ രാജ്യത്ത് ഫേക്ക് എൻകൗണ്ടറുകൾ നിരന്തരമായി നടന്നുകൊണ്ടേയിരിക്കുന്നു. നിരപരാധികളായ ചെറുപ്പക്കാർ ഈ ഫേക്ക് എൻകൗണ്ടറുകളിൽ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പലപ്പോഴും UAPA നിയമം ചുമത്തപ്പെട്ടത് കാരണം ഇവരുടെ ജീവിതത്തിന്റെ, ഇവരുടെ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ആളുകൾ ഇടപെടുന്നതിന് വേണ്ടി മടി കാണിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, കേരളത്തിൽ നിന്ന് മാത്രം 130 ചെറുപ്പക്കാർ ഇന്ന് കേരളത്തിന്റെ പുറത്ത് വ്യത്യസ്തമായ ജയിലുകളിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് മേൽ ചുമത്തപ്പെട്ടത് UAPA നിയമമാണ്. നിങ്ങൾ കണ്ണൂർ ജില്ലയിൽ ഞാൻ സംസാരിക്കുമ്പോൾ ഒരു വേള കണ്ണൂർ പട്ടണത്തിൽ നിന്ന് തന്നെ ഏതാണ്ട് നല്ല ചെറുപ്പക്കാർ ഇന്ന് കേരളത്തിന്റെ പുറത്തുള്ള ജയിലുകളിൽ കഴിഞ്ഞുകൂടുന്നുണ്ട്. പരപ്പന അഗ്രഹാര ജയിലിൽ തന്നെ ഏതാണ്ട് 10-25ഓളം ചെറുപ്പക്കാരുണ്ട്. ഇവർ ചെയ്ത തെറ്റെന്ത് എന്ന് ഇവരിൽ പലർക്കും അറിഞ്ഞുകൂടാ. ഏതോ ഫോൺ കോളിന്റെ പേരിൽ അല്ലെങ്കിൽ സിം വിറ്റതിന്റെ പേരിൽ ജക്കരിയെ പോലെയുള്ള, തസ്ലീമിനെ പോലെയുള്ള, ഷമീറിനെ പോലെയുള്ള, ഷബീറിനെ പോലെയുള്ള നിരപരാധികളായ ചെറുപ്പക്കാരെന്ന് അടികളെണ്ണിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം നമ്മുടെ രാജ്യത്ത് വളരെ കൃത്യമായി നമുക്ക് കണ്ടെത്താവുന്നതാണ്. UAPA നിയമം ചുമത്തപ്പെട്ടത് കൊണ്ട് തന്നെ അതിൽ ഇടപെടാൻ പോലും കുറ്റവരായ ബന്ധുക്കൾ മുന്നോട്ട് വരുന്നില്ല, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വരുന്നില്ല. ആ അർത്ഥത്തിൽ മനുഷ്യാവകാശ ധ്വംസനം നടത്തുന്നു എന്ന് മാത്രമല്ല, മുസ്ലിം കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമോഫോബിയ, ഇസ്ലാം പേടി വളർത്തും വിധമുള്ള ടെററിസത്തിന്റെ വാക്താക്കളായി മുദ്ര കുത്തപ്പെടുന്ന ഒരു സാഹചര്യം വരെ രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഭോപ്പാലിൽ നിങ്ങൾക്കറിയാം, 8 ചെറുപ്പക്കാരുടെ കേസ് ഏതാണ്ട് കോടതി അതിന്റെ സ്വഭാവത്തിൽ മുന്നോട്ട് പോയാൽ ഒരു വേള ആ കേസിൽ പ്രോസിക്യൂഷൻ അവർ പ്രതികളാണ് എന്ന് തെളിയിക്കുന്നിടത്ത് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് അവർ കൊല ചെയ്യപ്പെടുന്നത്. അവർ നാളെ നിരപരാധികളാണെന്ന് പറഞ്ഞ് വിട്ടയക്കപ്പെട്ടാൽ തങ്ങൾക്ക് കിട്ടുന്ന അംഗീകാരം നഷ്ടപ്പെടും എന്നത് മാത്രമല്ല, ഇന്ന് വളരെ അലർട്ടായ ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ തങ്ങൾ പ്രതിസ്ഥാനത്ത് നിർത്തപ്പെടുമെന്ന് ആശങ്കിക്കുന്നത് കൊണ്ട് തന്നെയാവണം അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അതിക്രൂരമായി അവരെ കൊല ചെയ്യുന്നതിന് വഴിയൊരുക്കിയത് എന്ന് നമ്മൾ അറിയേണ്ടതാണ്. ഒരുപാട് ചോദ്യങ്ങൾ ആ കൊലപാതകം ഉയർത്തുന്നുണ്ട്. അതിലേക്ക് കിടക്കാൻ എൻ്റെ സമയം അനുവദിക്കുന്നില്ല. പക്ഷേ ഒരൊറ്റ ചോദ്യം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ആലോചിക്കേണ്ടതാണ്. ഏതാണ്ട് 3 സ്ഥലത്തായി താമസിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ പാർപ്പിക്കപ്പെട്ട ഈ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ മതിൽ ചാടുന്നിടത്തേക്ക് അവർക്ക് കടന്നു വരണമെങ്കിൽ ഏതാണ്ട് 11ഓളം സൈനിക സെക്യൂരിറ്റി ബാരക്കുകൾ കടന്നിട്ട് വേണം വരാൻ. അവിടെയെല്ലാം നമുക്കറിയാം IOSന് അംഗീകാരം കിട്ടിയിരിക്കുന്ന ഏറ്റവും മാതൃകാ യോഗ്യമായ ഒരു ജയിലിലാണ് അങ്ങേയറ്റം തീവ്രവാദികളായ ഇവരെ താമസിപ്പിച്ചിരുന്നത്. അങ്ങനെയാണല്ലോ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ CCTV ക്യാമറ വളരെ കൃത്യമായി ഉണ്ടാകേണ്ടതാണ്. അതിനെക്കുറിച്ചുള്ള ചോദ്യം ഉയർന്നപ്പോൾ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് ആ ഭാഗത്തുള്ള CCTV ക്യാമറ അതിനു മുമ്പേ വധിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ചെറുപ്പക്കാർ വധിക്കപ്പെടുന്നതിന് മുമ്പേ അത് വധിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത് ആദ്യ
സംഭവമല്ല. രാജ്യത്ത് നടന്ന എല്ലാ ഫേക്ക് എൻകൗണ്ടറുകളും നടക്കുമ്പോൾ അത് വളരെ സെൻസിറ്റീവായ ഏരിയയിൽ നടന്ന സംഭവമാണ് എങ്കിൽ ആദ്യം അവിടെ കണ്ണടയ്ക്കുന്നത് അവിടെയുള്ള CCTV ക്യാമറകളാണ്. പാർലമെന്റ് ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇനിയും ഭരണകൂടത്തിന് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുണ്ട്, ഭരണകൂടം ഉത്തരം നൽകാത്ത ചോദ്യങ്ങളുണ്ട്. അതേസമയം ആ പാർലമെന്റ് ആക്രമണത്തിന്റെ ബലം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തെ ഒരുപാട് ഭീകര നിയമങ്ങൾ ചുട്ടെടുത്തിട്ടുള്ളത് എന്ന് നമുക്ക് കാണാവുന്നതാണ്. ആ പാർലമെന്റ് ആക്രമണവുമായി ബന്ധപ്പെട്ട് അരുന്ധതി റോയ് ഉൾപ്പെടെയുള്ള ആളുകൾ ചോദിക്കുന്ന ചോദ്യം, ഈ പറയപ്പെട്ട ആക്രമണം നടക്കുമ്പോൾ സ്വാഭാവികമായും പാർലമെന്റിന്റെ മുമ്പിലുള്ള CCTV ക്യാമറ ദൃശ്യങ്ങൾ ലോകത്തോട് സമൂഹത്തിന്റെ മുമ്പിൽ തുറന്നു വെക്കണമെന്ന് പറഞ്ഞ് ഇന്ന് വരെ അത് തുറന്നു വെക്കാൻ നമ്മുടെ ഭരണകൂടത്തിന് സാധിച്ചിട്ടില്ല. എന്താണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ഈ രാജ്യത്തെ മനുഷ്യ സമൂഹത്തിന് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ വ്യാജ ഏറ്റുമുട്ടലുകളിലൂടെ ഒരു ജനവിഭാഗത്തിന് മേൽ ടെററിസം ആരോപിക്കുന്ന ഒരന്തരീക്ഷം നമ്മുടെ രാജ്യത്ത് രൂപപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു. ഏറ്റവും അവസാനം സാക്കിർ നായിക് ഇവിടെ സൂചിപ്പിച്ചു. സാക്കിർ നായിക്കിനോട് നമുക്ക് വിയോജിക്കാം, യോജിക്കാം. സാക്കിർ നായിക്കിന്റെ പ്രബോധന ശൈലിയോട് വ്യത്യസ്തമായ വീക്ഷണം ഇസ്ലാമിക പ്രസ്ഥാനത്തിനുണ്ട്. പക്ഷേ അദ്ദേഹം ഒരു പണ്ഡിതനാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു പ്രബോധകനാണ്. അദ്ദേഹത്തിന്റെ ശൈലിയുമായി ബന്ധപ്പെട്ട രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് എങ്കിൽ അതും നിയമപരമായിട്ടാകാവുന്നതാണ്. പക്ഷേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് എന്ന് നിങ്ങൾ അറിയേണ്ടതുണ്ട്. ഏത് രാജ്യത്താണ് സാക്കിർ നായിക് എന്ന് പറയുന്ന ഒരു മതപണ്ഡിതന് നേരെ UAPA ചുമത്തുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കേണ്ടതാണ്. ഏതാണ് രാജ്യം? പ്രവീൺ ഭായ് തൊഗാഡിയയുടെ ഇന്ത്യയാണ് യഥാർത്ഥത്തിൽ സാക്കിർ നായിക്കിന് നേരെ UAPA ചുമത്തുന്നത്. ഉമാ ഭാരതിയുടെ ഇന്ത്യയാണ് സാക്കിർ നായിക്കിന് നേരെ ഈ പറയപ്പെട്ട സ്വഭാവത്തിൽ UAPA ചുമത്തുന്നത്. നിങ്ങൾക്കറിയില്ലേ, സാക്കിർ നായിക്കിന്റെ തലയെടുത്താൽ 50 ലക്ഷം രൂപ ഞാൻ ഇനാം കൊടുക്കുമെന്ന് പറഞ്ഞ ഏറ്റവും വിഷലിപ്തമായ പ്രസ്താവനകൾ ഇറക്കുന്ന സ്വാതി പ്രാച്ചിയുടെ ഇന്ത്യയാണ് സാക്കിർ നായിക്കിന് നേരെ UAPA ചുമത്തുന്നത്. അതിനേക്കാൾ ഉപരി ഗുജറാത്തിൽ നമുക്കറിയാവുന്നതുപോലെ 2000-ഓളം ആളുകളുടെ വംശഹത്യക്ക് നേതൃത്വം കൊടുത്ത നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യയിലാണ് സാക്കിർ നായിക്കിന് നേരെ UAPA ചുമത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നീതിയുടെ വിവേചനം എന്ന് പറയുന്നത് അവസാനിപ്പിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. കേരളത്തിൽ നിങ്ങൾ ആലോചിച്ചു നോക്കുക. കേരളത്തിൽ ശംസുദ്ദീൻ പാലത്തിന് UAPA ചുമത്തി. ശംസുദ്ദീൻ പാലത്ത് എന്ന് പറയുന്നത് അദ്ദേഹം ജനിച്ച് അദ്ദേഹം നാവ് ഉപയോഗിച്ച് സംസാരിക്കാൻ തുടങ്ങുന്ന ഒരു വേദിയിലും അദ്ദേഹത്തിന് ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിച്ചിട്ടില്ല എങ്കിൽ പ്രഭാഷണം ശരിയാകാത്ത ഒരു സാധു മനുഷ്യനാണ്. ഞങ്ങൾക്കതിൽ അദ്ദേഹത്തോട് ഒരു വിയോജിപ്പുമില്ല. പക്ഷേ ഒരു കാര്യം നമ്മൾ പറയുന്നു, ശംസുദ്ദീൻ പാലത്തിനും യഥാർത്ഥത്തിൽ നീതി ലഭിക്കേണ്ടതാണ്. ശംസുദ്ദീൻ പാലത്തിന് UAPA ചുമത്തിയ ആളുകൾ നിങ്ങൾ ആലോചിച്ചു നോക്കുക. ഈ കേരളത്തിൽ ഒരുപക്ഷെ കടലിന് പോലും മതം നിർണയിച്ച മത്സ്യം പിടിക്കുന്ന മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സാധാരണക്കാരായ വിവരമില്ലാത്ത നിരക്ഷരരായ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരുന്ന ആളുകളെ വരെ വർഗീയമായി ധ്രുവീകരിക്കാൻ ശ്രമിക്കുന്ന ഒരുപക്ഷെ നാവിൽ നിന്ന് വരുന്ന വർത്തമാനങ്ങൾ കടലിൽ കലക്കിയാൽ കടൽ പോലും മലിനമാകും വിധം വിഷലിപ്തമായ പ്രഭാഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ടല്ലോ കേരളത്തിൽ. ആണും പെണ്ണുമായി, ടീച്ചറും ഡോക്ടറുമായിട്ട് ഒരുപാട് ആളുകളുണ്ടല്ലോ. എന്തേ അവർക്ക് നേരെ UAPA ചുമത്താൻ നമ്മുടെ രാജ്യത്തെ ഭരണകൂടത്തിന്റെ കരങ്ങൾ പൊങ്ങാതെ പോകുന്നത് എന്ന് വിനയപുരസ്സരം ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ഡോക്ടർ ഗോപാലൻ പറഞ്ഞത് മലപ്പുറത്ത് പന്നിപ്പേർ നടക്കുന്നു എന്നാണ്. മലപ്പുറത്ത് പന്നിപ്പേർ നടക്കുന്നു മാതൃത്വത്തെ അപമാനിച്ചുകൊണ്ടാണ്. മലപ്പുറത്ത് അദ്ദേഹം വന്നിട്ട് എത്ര ഡോക്ടറാണ് എങ്കിലും ഞാൻ പറയുക, മലപ്പുറത്തെ ഒരു ബഹുസ്വര ഗ്രാമത്തിൽ കൊണ്ടുപോയിട്ട് 1 മാസത്തെ ട്രെയിനിങ് കൊടുത്താൽ ഈ രോഗത്തിന് അല്പമെങ്കിലും ഭേദം കിട്ടുമെന്ന് ഉറപ്പെനിക്കുണ്ട്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഇന്നലെ കൊടിഞ്ഞിയിലെ തെരുവിൽ ഒരു ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ ആശയം മാറിയപ്പോൾ അദ്ദേഹത്തെ പാതിരാവിൽ ഇരുട്ടിന്റെ മറവിൽ നിന്നുകൊണ്ട് ആശയം കൊണ്ട് നേരിടാൻ കഴിയാത്ത ആളുകൾ ആയുധം കൊണ്ട് വെട്ടിനുറുക്കി ക്രൂരമായി കൊലപ്പെടുത്തുകയുണ്ടായി. ഇന്നും കൊടിഞ്ഞി ശാന്തമാണ്, ഇന്നും മലപ്പുറം ശാന്തമാണ്. അതുകൊണ്ട് മലപ്പുറത്തുകാരെ മര്യാദ പഠിപ്പിക്കാൻ, അവരെ മതസൗഹാർദ്ദം പഠിപ്പിക്കാൻ ഡോക്ടർ ഗോപാലന് ഇനിയും ഒരുപാട് വളരേണ്ടി വരും എന്നോർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്തേ അവർക്കെതിരെ നിയമം വാളോങ്ങാത്തത്? എന്തേ അവർക്കെതിരെ നിയമം കൈവിലങ്ങ് വെക്കാത്തത്? എന്തേ അതിനേക്കാൾ പെട്ടെന്ന് ശംസുദ്ദീൻ പാലത്ത് എന്ന് പറയുന്ന ഒരു മതപണ്ഡിതൻ, എന്തെല്ലാം വിയോജിപ്പുകളുണ്ട് എങ്കിലും അദ്ദേഹം നിയമത്തിന്റെ മുമ്പിൽ വരുന്നത് ഈ വിവേചനമാണ്. രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിന്റെ ഏറ്റവും സന്തുലിതമായ അവസ്ഥ അപകടത്തിലാക്കുന്നത്. ഏക സിവിൽ കോഡിനെ കുറിച്ച് നമ്മുടെ പ്രധാനമന്ത്രി സംസാരിച്ചു. അദ്ദേഹം ആദ്യമായിട്ട് ഈ രാജ്യത്തെ ജനവിഭാഗത്തോട് സംസാരിക്കുമ്പോൾ എൻ്റെ സഹോദരിമാരെന്ന് പറഞ്ഞു. മുസ്ലിം സഹോദരിമാരെ കുറിച്ച് എൻ്റെ സഹോദരിമാരെന്ന് പറഞ്ഞു. മുത്തലാഖിന്റെ ഭാഗമായി വിധവകളായ
ഹാജരായി കഴിഞ്ഞുകൂടുന്ന എൻ്റെ സഹോദരിമാരെന്ന് വിനയപുരസ്സരം എൻ്റെ പ്രധാനമന്ത്രിയോട് ഞാൻ പറയുന്നു. ത്വലാഖിനെ കുറിച്ച് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതാണ്. ഇസ്ലാമിൻ്റെ ത്വലാഖിനോളം ഇസ്ലാമിൽ സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഒരു ഘട്ടത്തിലും യോജിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത സന്ദർഭത്തിൽ ഒരുമിച്ച് സംതൃപ്തിയോടുകൂടി എല്ലാ പരീക്ഷണങ്ങൾക്കും ശേഷം പിരിയാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ മാന്യമായി പിരിയുന്നിടത്ത് ഇസ്ലാം മുന്നോട്ട് വെച്ച ത്വലാഖ് സംവിധാനത്തെക്കാൾ നല്ല ഒരു ആശയത്തെ ആർക്കും ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെയും ഇസ്ലാമിൻ്റെയും മുന്നിൽ വെക്കാൻ സാധ്യമാണ്. ഞങ്ങൾ സംവാദത്തിന് തയ്യാറാണ്. അഥവാ അത്രമാത്രം സുന്ദരമാണ് ഇസ്ലാമിൻ്റെ വേർപിരിയേണ്ടി വന്നാൽ വേർപിരിയുന്നിടത്തുള്ള ഏറ്റവും ഉജ്ജ്വലമായ ഇസ്ലാമിൻ്റെ ആശയവും നിർദ്ദേശവും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. മുത്തലാഖ് വേറെ തന്നെ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി മനസ്സിലാക്കേണ്ടത് മുത്തലാഖ് കൊണ്ട് കണ്ണീര് കൊടുക്കുന്ന ആളുകളുടെ എണ്ണം നിങ്ങൾക്ക് എടുക്കാം. പക്ഷേ അതിനേക്കാൾ കൂടുതൽ കണ്ണീര് കുടിക്കുന്ന സ്ത്രീകളുണ്ട്. മുഹമ്മദ് അഖ്ലാഖിന്റെ ഭാര്യ കണ്ണീര് കുടിക്കുന്നുണ്ട്. ഇഹ്സാൻ ജിഫ്രി കണ്ണീര് കുടിക്കുന്നുണ്ട്. അങ്ങയുടെ നേതൃത്വത്തിൽ അങ്ങ് മുഖ്യമന്ത്രിയായിരിക്കെ ഗുജറാത്തിന്റെ തെരുവിൽ വംശഹത്യക്ക് വിധേയരായ 2000-ഓളം വരുന്ന ജനവിഭാഗത്തിന്റെ കുടിലുകളിൽ നിന്ന് വിധവകളുടെ കണ്ണീരൊഴുകുന്നുണ്ട്. അത് മുത്തലാഖിന്റെ പേരിലല്ല. അതങ്ങേപ്പോൾ ഇനി ഫൈസലിന്റെ കുടുംബം കണ്ണീര് കുടിക്കാൻ പോവുകയാണ്. അത് മുത്തലാഖിന്റെ പേരിലല്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് അല്പം ഉത്തരവാദിത്വത്തോടു കൂടി നമുക്കറിയാം ഏക സിവിൽ കോഡ് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അവരെന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന്, എവിടേക്കാണ് രാജ്യത്തെ കൊണ്ടുപോകാൻ പോകുന്നത് എന്ന്, രാജ്യത്ത് നിലനിൽക്കുന്ന സന്തുലിതവും സമാധാനപരവുമായ അന്തരീക്ഷത്തെ തകർക്കുവാനുള്ള നീക്കമാണ് നടക്കുന്നത്. അത് കേരളത്തിലേക്ക് കൂടി കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. കേരളത്തിൽ ദേശീയ നിർവാഹക സമിതി യോഗം വെക്കുന്നത് അതിൻ്റെ പേരിലാണ് എന്ന് അറിയാത്തവരെല്ലാം നമ്മളാവരും. അതുകൊണ്ടാണ് പറഞ്ഞത് മലപ്പുറത്ത് സിവിൽ സ്റ്റേഷനിൽ ഒരു ബോംബ് സ്ഫോടനം നടന്നപ്പോൾ നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമി അവിടെ നിന്ന് പ്രസ്താവിക്കുകയാണ് ഇവിടെ സൈനിക ക്യാമ്പ് തുറക്കണമെന്ന്. ഒരു ഈച്ച പോലും ചത്തിട്ടില്ല. അതാണ് അതിൻ്റെ രസകരമായ സംഭവം. ഞാൻ കണ്ണൂരിൽ നിന്നിട്ടാണല്ലോ സംസാരിക്കുന്നത്. രക്തസാക്ഷി മണ്ഡപത്തിന്റെ അടുത്ത് നിന്നാണ് സംസാരിക്കുന്നത്. പലപ്പോഴും നിങ്ങൾക്കറിയാവുന്നതുപോലെ വിഷുവിനെന്ന പോലെ ബോംബ് സ്ഫോടനങ്ങളുടെ ശബ്ദത്തിന് സാക്ഷ്യം വഹിച്ചവരല്ലേ നിങ്ങൾ? ഞാനൊന്ന് ചോദിക്കട്ടെ, ഞങ്ങൾക്ക് അങ്ങനെ അത്തരത്തിലുള്ള ശബ്ദങ്ങൾ കേൾക്കാറില്ല. ഞങ്ങൾ ഈ അടുത്ത് സിവിൽ സ്റ്റേഷനിൽ ഒരു ഈച്ച പോലും ചത്തുപോകാത്ത, ഒരാളെ ഭയം പോലും ഉണ്ടാവാത്ത മലപ്പുറം സിവിൽ സ്റ്റേഷനിൽ നടന്ന ഒരു ബോംബ് സ്ഫോടനത്തെ കുറിച്ച് സുബ്രഹ്മണ്യ സ്വാമി പറയുന്നു മലപ്പുറത്ത് സൈനിക ക്യാമ്പ് സ്ഥാപിക്കണമെന്ന്. മനസ്സിലുള്ള ഉദ്ദേശം എന്ത് എന്ന് എല്ലാവർക്കും വളരെ കൃത്യമായി അറിയാവുന്നതാണ്. നാടിന്റെ സമാധാനം തകർക്കുക. അത് പോരാത്തത് കൊണ്ടായിരിക്കാം എൻ്റെ സുഹൃത്ത് ഫൈസലിന് നേരെ വാളോങ്ങുന്ന സാഹചര്യം ഇപ്പോൾ സംഭവിച്ചത്. പക്ഷേ മുസ്ലിം സമൂഹം സംയമനത്തോടു കൂടിയാണ് അതിനോടുള്ള സമീപനം സ്വീകരിച്ചിരിക്കുന്നത്. രാജ്യത്തിന്റെ സമാധാനം തകർക്കുന്നിടത്ത് ആ അർത്ഥത്തിലുള്ള നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് അവസാനമുണ്ടായിരിക്കുന്ന തീരുമാനവും ഞാൻ മനസ്സിലാക്കുന്നത് സതുദ്ദേശത്തോടു കൂടിയാണ് എന്നുള്ളതല്ല. ഒരു സുപ്രഭാതത്തിൽ നോട്ടുമാറ്റുന്ന ജനാധിപത്യ സംവിധാനത്തെ വിശ്വാസത്തിലെടുക്കാതെയാണ് നമ്മുടെ പ്രധാനമന്ത്രി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. പാർലമെന്റിൽ സംസാരിക്കാതെ, അതുപോലെ തന്നെ കൂടെയുള്ളവരോട് കൂടിയാലോചിക്കാതെ, അതിന്റെ പ്രത്യാഘാതം നേരിടുന്നിടത്ത് വരെ നമ്മുടെ പ്രധാനമന്ത്രി ഇടപെടുന്നില്ല എന്നുള്ളതാണ്. പാർലമെന്റിൽ ചർച്ച നടക്കുമ്പോൾ അദ്ദേഹം ആ ചർച്ചയ്ക്ക് സാക്ഷിയാവാൻ അദ്ദേഹം വരാൻ സന്നദ്ധമല്ല. അദ്ദേഹം മൈക്കിലൂടെ ആളുകളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. സംസാരിക്കുമ്പോഴെല്ലാം ഞാൻ എന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി പറയുന്നത്. പ്രധാനമന്ത്രി ജനാധിപത്യ സംവിധാനത്തിനപ്പുറം, പാർലമെന്റിനപ്പുറം പ്രധാനമന്ത്രി എന്ന് പറയുന്ന രാജ്യത്ത് നാളിതുവരെ വർഗീയ ധ്രുവീകരണത്തിന് നേതൃത്വം കൊടുത്ത സംഘപരിവാറിന്റെ പ്രതിനിധിയായി കടന്നു വന്ന ശ്രീ നരേന്ദ്രമോദിയിലെ ഏകാധിപതി ഇന്ന് അതിന്റെ പൂർണ്ണമായ പരിണാമ ദിശയിലേക്ക് വളർന്നു വന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നോട്ടുമാറ്റം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സന്ദേശം. അത് അപകടകരമായ സന്ദേശമാണ്. ജനജീവിതം ദുസ്സഹമായിരിക്കുന്നു എന്ന് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് അറിയാവുന്ന കാര്യമാണ്. ബേസിക് നീഡ്സ് അഥവാ അടിസ്ഥാന ആവശ്യങ്ങൾ വരെ ഇന്ന് പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. ഒരുപാട് ക്യൂ നിന്നിട്ട് 2000 രൂപയാണ് കിട്ടുക. ഞാനൊന്ന് ചോദിക്കട്ടെ, 2000 രൂപ കിട്ടിയാൽ ആരാണ് 100 രൂപക്ക് സാധനം വാങ്ങിയാൽ ബാക്കി 1900 രൂപ തരിക? അതിന് 500ന്റെ നോട്ടില്ല, അതിന് 1000ന്റെ നോട്ടില്ല. അപ്പോൾ 100ന്റെ 1900 രൂപ ആരെങ്കിലും തരുമോ? തരില്ല. ഞാൻ ഒരിക്കൽ ഒരു കടയിൽ നിൽക്കുമ്പോൾ ഒരു സുഹൃത്ത് വന്നിട്ട് ചോദിച്ചു, 2000 രൂപക്ക് ചില്ലറയുണ്ടോ? 2000 രൂപക്ക് ചില്ലറയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കടക്കാരൻ പറഞ്ഞു, പഴയ 500ന്റെ നോട്ടുണ്ട്, എങ്കിൽ അതിങ്ങെടുത്തേ. അപ്പോൾ എൻ്റെ അടുത്തുള്ള ഒരുത്തൻ ചോദിച്ചു,
ചോദിച്ചു, എടാ നീ എന്ത് പണിയാണ് ചെയ്തത്? രാവിലെ മുതൽ ഉച്ചവരെ നീ ക്യൂവിൽ നിന്ന് കിട്ടിയ 2000 രൂപ എന്നിട്ട് ഇപ്പോൾ വൈകുന്നേരം വന്നിട്ട് വീണ്ടും 500 രൂപയാക്കി മാറ്റുന്നു. അപ്പോൾ അയാൾ പറഞ്ഞ മറുപടി, രാവിലെ മുതൽ ഉച്ചവരെ ക്യൂ നിന്ന് കിട്ടിയ 2000 രൂപ, ഉച്ച കഴിഞ്ഞ് ഈ നേരം വൈകുന്നേരം വരെ ഈ 2000-വുമായിട്ട് ഞാൻ ഓടുകയാണ് അരി വാങ്ങാൻ, അതുപോലെ തന്നെ മരുന്ന് വാങ്ങാൻ. ആരും ഇതുവരെ ഒന്നും തന്നിട്ടില്ല. അതുകൊണ്ട് പഴയ 500 കിട്ടിയാൽ പെട്രോളെങ്കിലും മടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീണ്ടും പഴയ 500-ലേക്ക് തിരിച്ചു പോകുന്നത്. എവിടേക്കാണ് രാജ്യം പോകുന്നത് എന്ന് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അറിയേണ്ടതാണ്. നേരം പുലരുമ്പോൾ പണ്ടൊക്കെ നമ്മൾ കണ്ടിരുന്നത് ബിവറേജ് കോർപ്പറേഷന്റെ മുമ്പിലുള്ള ക്യൂ ആണ്. അവിടെ ഇപ്പോൾ ക്യൂ ഇല്ല. അതിനെക്കുറിച്ച് സംഘപരിവാർ ആഘോഷിക്കുന്നു, നാട് നന്നായി എന്ന്. ഇങ്ങനെ പോയാൽ ഏതാണ്ട് ഇപ്പോൾ 50-അടുത്തായിരിക്കുന്നു മരണം. നാട് ഇങ്ങനെയാണ് നന്നാകുന്നത് എങ്കിൽ ഈ ജനം യഥാർത്ഥത്തിൽ ചത്തുതീരുന്നതാണ് രാജ്യത്തിന്റെ നന്മ എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നുവോ എന്നൊരു പക്ഷേ ചോദിക്കേണ്ടി വരും. ഞാൻ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇങ്ങനെയാണോ നാട് നന്നാവേണ്ടത്? അരി വാങ്ങാൻ കടയിൽ തിരക്കില്ല. അതുപോലെ തന്നെ ഈ നാട്ടിലെ ഒരുപാട് നിത്യോപയോഗ സാധനങ്ങൾ ആ അർത്ഥത്തിൽ കച്ചവടം നടക്കുന്നില്ല. സാധാരണക്കാരന്റെ കച്ചവടം ഏതാണ്ട് നിന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് സുപ്രീം കോടതി ചോദിച്ചത് ഒരു കലാപത്തിലേക്കാണോ നാടിനെ കൊണ്ടുപോകുന്നത് എന്ന്. സുപ്രീം കോടതിയോട് ചോദിച്ചല്ലോ നമ്മുടെ ഗവൺമെന്റ്, നിങ്ങൾക്ക് കേസ് എല്ലായിടത്തും എടുക്കാതെ എല്ലാം ഡൽഹിയിൽ എടുത്തുകൂടെ? സുപ്രീം കോടതി പറഞ്ഞത്, ആശ്വാസത്തിന് വേണ്ടി കോടതി കയറുന്ന സാധാരണക്കാരന്റെ മുമ്പിൽ വാതിലടക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല എന്നുള്ളതാണ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഏതാണ്ട് 50ഓളം ആളുകൾ ഇതിനകം മരണപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. എന്നും ക്യൂ ആണ്. ഇപ്പോൾ ക്യൂ ഇല്ല എന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ ചില ബാങ്കിൽ പണമില്ല എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. എവിടേക്കാണ് നമ്മുടെ നാട് എത്തിപ്പെടുക എന്ന് നമുക്കറിഞ്ഞുകൂടാ. ഒരു വേള ഈ രാജ്യത്തെ ജനവിഭാഗം നിയന്ത്രണം നഷ്ടപ്പെട്ടാൽ എമർജൻസിയിലേക്ക് വരെ നമ്മുടെ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സാമ്പത്തിക അടിയന്തരാവസ്ഥയാണ് എങ്കിൽ അധികാരം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ എമർജൻസിയിലേക്ക് വരെ നമ്മുടെ പ്രധാനമന്ത്രി ഈ രാജ്യത്തെ കൊണ്ടെത്തിച്ചാൽ അത്ഭുതപ്പെടാനില്ല എന്നാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം ഒരു കൂട്ടുത്തരവാദിത്വത്തിലല്ല സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഞാൻ എന്ന അവനവനെ അദ്ദേഹത്തെ മാത്രം വെച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി പറയുന്നു കള്ളപ്പണം പിടിക്കാനാണ് എന്ന്. ഞാൻ വളരെ വിനയത്തോടു കൂടി ചോദിക്കുന്നു, യഥാർത്ഥത്തിൽ കള്ളപ്പണം പിടിക്കാനാണോ അദ്ദേഹം ഇത് ചെയ്തത്? അങ്ങനെയാണ് എങ്കിൽ ഈ സാധാരണക്കാരന്റെ കയ്യിൽ മഷി പുരട്ടിയിട്ട് 4000 രൂപ കതിര് വെച്ചിട്ട് കള്ളപ്പണം പിടിക്കാൻ കഴിയില്ല. തുരുമ്പിൽ പോയിട്ട് തലയിൽ മുഴുവൻ മഷി ഒഴിച്ചാലും രക്ഷപ്പെടുത്താൻ കഴിയാത്ത ഒരുപാട് കള്ളപ്പണക്കാർ അദ്ദേഹത്തിന്റെ കൂടെ കൂട്ടിനിരിക്കുന്നുണ്ട് എന്നത് ഇന്ത്യയിലെ മുഴുവൻ ജനവിഭാഗത്തിനും അറിയാവുന്ന കാര്യമല്ലേ സുഹൃത്തുക്കളെ? 628 പേരുടെ പണം ഇന്ന് സ്വിസ് ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രധാനമന്ത്രിക്ക് അതറിയാം. അദ്ദേഹം അറിയാത്ത ആളല്ല. എന്റെയും നിങ്ങളുടെയും കയ്യിൽ നിന്നുള്ള 500 രൂപ നിയന്ത്രിച്ചിട്ട് വേണ്ട, അല്ലെങ്കിൽ 4000 രൂപ 2000 രൂപയാക്കിയിട്ട് ചുരുക്കിയിട്ട് വേണ്ട യഥാർത്ഥത്തിൽ ഈ രാജ്യത്ത് കള്ളപ്പണം നിയന്ത്രിക്കാൻ. കള്ളപ്പണം എന്ന് പറയുന്നത് കോടിക്കണക്കിന് രൂപ ഇന്ന് സ്വിസ് ബാങ്കിൽ കൊണ്ടുപോയിട്ട് നിക്ഷേപിച്ചിട്ടുണ്ട്. എന്തേ നമ്മുടെ പ്രധാനമന്ത്രിക്ക് അത് പിടിച്ചു വാങ്ങാൻ കഴിയുന്നില്ല? അവർക്ക് കൈവിലങ്ങ് വെക്കാൻ കഴിയുന്നില്ല. അവിടം കൊണ്ട് തീരുന്നുണ്ടോ? നിങ്ങൾക്കറിയാമല്ലോ, നമ്മെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ തന്നെ കൂടെ ഉണ്ടായിരുന്ന കർണാടകയിലെ മുൻ മന്ത്രി ജനാർദ്ദന റെഡ്ഡി, അദ്ദേഹം കല്യാണം കഴിച്ചത്, മകളുടെ കല്യാണം കഴിച്ചത് 500 കോടി രൂപ ചെലവഴിച്ചിട്ടാണ്. 8-ാം തീയതി നോട്ട് പിൻവലിച്ച അദ്ദേഹത്തിന്റെ പാർട്ടിയിൽപ്പെട്ട മുൻ മന്ത്രിക്ക് എവിടെ നിന്നാണ് 500 കോടി രൂപ കിട്ടിയത്? 90 കോടി സദ്യക്കും അതുപോലെ തന്നെ ആഭരണത്തിനും 17 കോടി വസ്ത്രത്തിനും അദ്ദേഹം ചെലവഴിച്ചു എന്നാണ് പറയുന്നത്. എവിടെ നിന്നാണ് ജനാർദ്ദന റെഡ്ഡിക്ക് ഈ 500 കോടി രൂപ കിട്ടിയത് എന്ന് രാജ്യം ചോദിക്കുന്ന ചോദ്യമാണ്. തീർന്നോ? കള്ളപ്പണത്തിന്റെ കണക്ക് തീർന്നിട്ടില്ല. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രിയോട് പറയുന്നത്, കള്ളപ്പണം സഹകരണ സ്ഥാപനങ്ങളിലല്ല, അതുപോലെ തന്നെ കള്ളപ്പണം ഈ രാജ്യത്തെ മതസ്ഥാപനങ്ങളിലല്ല. അങ്ങനെയും അന്വേഷണം നടക്കുന്നുണ്ട്. കള്ളപ്പണം നിലകൊള്ളുന്നത് നിങ്ങൾക്കറിയാവുന്നതുപോലെ ഈ പറയപ്പെട്ട പോലെ സ്വിസ് ബാങ്കിലുണ്ട്. അതിന് പുറത്ത് നമ്മുടെ രാജ്യത്ത് ജനാർദ്ദന റെഡ്ഡിയുടെ കയ്യിലുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ഒരു BJP MLA പറഞ്ഞത് അദാനിയും അംബാനിയും ഈ നോട്ട് പിൻവലിക്കുന്നതിനെ കുറിച്ച് നേരത്തെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇത് പറഞ്ഞത് മറ്റാരുമല്ല, നമ്മുടെ രാജ്യത്ത് ഉത്തരവാദപ്പെട്ട ഒരു BJP MLA ആണ് പറഞ്ഞത്. ആരാണ് അദാനിയെ വളർത്തിയത്? അദാനിയെ സ്പോൺസർ ചെയ്തത് നരേന്ദ്രമോദിയെ സ്പോൺസർ ചെയ്തത് അദാനിയുമാണ്. അദ്ദേഹത്തിന്റെ സൗത്ത് ആഫ്രിക്കയിലേക്കുള്ള യാത്രയിൽ ഉൾപ്പെടെ യഥാർത്ഥത്തിൽ അദാനി കൂടെയുണ്ടായിരുന്നു. ആ അദാനിക്ക് മുന്നിൽ അറിയിപ്പ് കിട്ടിയിട്ടുണ്ട്, അംബാനിക്ക് അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാവുന്നതുപോലെ മഹാരാഷ്ട്രയിലെ സഹകരണ വകുപ്പ് മന്ത്രി നമുക്കറിയാം, അദ്ദേഹത്തിന്റെ കാറിൽ നിന്ന് പിടികൂടിയത് 92 ലക്ഷത്തിന്റെ
കള്ളപ്പണമാണ്. 92 ലക്ഷം രൂപയുടെ കള്ളപ്പണം. അവിടെ കൊണ്ട് തീരുന്നില്ല. മുൻ ഗുജറാത്തിലെ MLA ആയിരുന്ന യതിൻ ഓജ എന്ന് പറയുന്ന വ്യക്തി ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിക്ക് ഒരു കത്തെഴുതുന്നുണ്ട്. ആ കത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്, അങ്ങയുടെ ചുവടുവെപ്പിനെ ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു. പക്ഷേ ഇപ്പോഴെനിക്ക് മനസ്സിലായി, അങ്ങയുടെ പ്രസ്താവന വന്നതിൻ്റെ തൊട്ട് തലേ ദിവസം 20 കോടിക്കെല്ലാം സ്വർണം മാറ്റിയ ആളുകളുണ്ട്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി, യഥാർത്ഥത്തിൽ താങ്കൾ ലക്ഷ്യം വെക്കുന്ന കള്ളപ്പണത്തിന്റെ ഏതാണ്ട് പകുതിയോളം വരുന്ന ആളുകൾ അങ്ങയുടെ കൂടെ തന്നെ ഇരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അറിയണം, അദാനിയുടെയും അംബാനിയുടെയും ജനാർദ്ദന റെഡ്ഡിയുടെയും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരുടെയും കയ്യിലുള്ള കള്ളപ്പണം പിടികൂടാതെ സാധാരണക്കാരന്റെ കയ്യിൽ മഷി പുരട്ടി 47-ലധികം വരുന്ന ആളുകളെ മരണത്തിലേക്ക് തള്ളിവിടുന്ന പരിഷ്കരണം, ഞാൻ പറയുന്നു, തുഗ്ലക്കിനെ പോലും പരാജയപ്പെടുത്തുന്നതാണ്. അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഞാൻ പറയുന്നത്, ഇത് യഥാർത്ഥത്തിൽ ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവിടം കൊണ്ട് തീരുന്നുണ്ടോ? തീരുന്നില്ല. അതിനിടക്കാണ് SBTയിൽ നിന്ന് 7000 കോടി രൂപ 63 കമ്പനികളുടേത് എഴുതി തള്ളുന്നത്. അത് നിങ്ങൾക്കറിയാവുന്നതുപോലെ നമ്മുടെ രാജ്യത്ത് നാടുവിട്ട നമ്മുടെ രാജ്യത്ത് BJPയുടെ MP-യുടേത് വരെയുണ്ടോ 1025 കോടി. ഒരു ഭാഗത്ത് കള്ളപ്പണം പിടിക്കാൻ ആഗ്രഹിക്കുന്നവർ 63ഓളം വരുന്ന പ്രഗത്ഭരായ ഈ നാട്ടിലെ കുത്തക കമ്പനികൾക്ക് 7000 കോടി തള്ളിക്കൊടുക്കുന്നു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഭരണകൂടം ആരുടെ പക്ഷത്താണ് നിലയുറപ്പിക്കുന്നത് എന്ന് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് രാജ്യത്തെ അങ്ങേയറ്റത്തെ അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളുന്ന സമീപനമാണ് നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. അദ്ദേഹം പറയുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് എന്നെ തൂക്കിലേറ്റാൻ ഡിസംബർ 31 കഴിഞ്ഞാൽ. ഞാൻ പറയുന്നത്, ആ വർത്തമാനത്തിന് ഒരർത്ഥവുമില്ല എന്നുള്ളതാണ്. അദ്ദേഹം വളരെ നന്നായി, വളരെ വൈകാരികമായി അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. വളരെ സുന്ദരമായ ഒരു ബോഡി ലാംഗ്വേജ് നമ്മുടെ പ്രധാനമന്ത്രിക്കുന്നുണ്ട്. അത് അഭിനന്ദനീയമാണ്. പക്ഷേ അതുകൊണ്ട് ഈ രാജ്യത്തെ 100 കോടി ജനവിഭാഗം ഇന്നകപ്പെട്ടിരിക്കുന്ന സാമ്പത്തികമായ കുരുക്കിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടുക സാധ്യമല്ല. അവരെ രക്ഷപ്പെടുത്താനും സാധ്യമല്ല. അദ്ദേഹം പറയുന്നത്, എന്നെ നിങ്ങൾ ഡിസംബർ 31 തൂക്കിലേറ്റിക്കൊള്ളൂ എന്നുള്ളതാണ്. വളരെ പെട്ടെന്ന് അദ്ദേഹത്തിന് വൈകാരികത കടന്നു വന്നു കഴിഞ്ഞു. ഞാൻ പറയുന്നത്, അദ്ദേഹം തൂക്കിലേറുന്നോ ഇല്ലേ എന്നുള്ളതല്ല. 50 പേർ ഇപ്പോൾ മരണപ്പെട്ടു കഴിഞ്ഞു. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി മനസ്സിലാക്കണം, യൂഫ്രട്ടീസിന്റെ തീരത്ത് ഒരാട്ടിൻ കുഞ്ഞ് വിശന്നു ചെത്താൽ അതിന് പോലും ഞാൻ ദൈവത്തോട് സമാധാനം ബോധിപ്പിക്കേണ്ടി വരും എന്ന് ഭയപ്പെട്ട ഫാറൂഖ് ഉമർ എന്ന് പറയുന്ന ഗാന്ധിജിയും അതുപോലെ തന്നെ അരവിന്ദ് കെജ്രിവാളും പരാമർശിച്ച ഉമറിന്റെ ആശയത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഞാൻ പറയുന്നു, ഈ രാജ്യത്ത് ഓരോ പ്രജയോടും ഉത്തരവാദിത്തമുള്ള ഒരു പ്രധാനമന്ത്രി മനുഷ്യർ ക്യൂവിൽ നിന്ന് കുഴഞ്ഞു വീഴുന്നത് കാണാതെ പോകരുത്. അങ്ങേയേക്കാൾ പ്രധാനം ഈ രാജ്യത്തെ സാധാരണക്കാരന്റെ പൗരന്റെ ജീവിതവുമാണ് എന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി മനസ്സിലാക്കണം. പ്രവാചകൻ പറഞ്ഞല്ലോ, പട്ടിണി കിടക്കുന്നുവെങ്കിൽ അതിലാദ്യം പട്ടിണി കിടക്കുന്നവൻ ഞാനായിരിക്കും. ആഹാരം കഴിക്കുന്നുവെങ്കിൽ അതിൽ അവസാനം ആഹാരം കഴിക്കുന്നവൻ ഞാനായിരിക്കും എന്ന് പഠിപ്പിച്ച, പ്രജാ താല്പര്യം എന്ത് എന്ന് പഠിപ്പിച്ച ഒരു ദർശനത്തിന്റെ പിൻബലത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയുന്നു, ഒരു തെറ്റായ തലതിരിഞ്ഞ പരിഷ്കരണത്തിൽ കടിച്ചു തൂങ്ങി നിൽക്കുന്നതിന് 50 പേരെ ബലി കൊടുത്തിരിക്കുന്നു. ഇനിയും ഈ നിലപാടുമായിട്ട് ഭരണകൂടം മുന്നോട്ട് പോകാൻ പാടില്ല. കുടുംബത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്ന വർത്തമാനം നിങ്ങൾക്കെല്ലാം സുപരിചിതമായ വർത്തമാനമാണ്. ഈ രാജ്യത്തിന് വേണ്ടി കുടുംബം വേണ്ടെന്ന് ഞാൻ വെച്ചിരിക്കുന്നു. അതിനുള്ള മറുപടിയും ഇന്ന് സോഷ്യൽ നെറ്റ്വർക്കിൽ വളരെ വ്യാപകമാണ്. അദ്ദേഹത്തിന് കുടുംബമുണ്ടായിരുന്നുവെങ്കിൽ രാജ്യം ഈ പരീക്ഷണത്തെ അഭിമുഖീകരിക്കേണ്ടി വരുമായിരുന്നില്ല. അച്ഛനെന്തെന്നും അമ്മയെന്തെന്നും അതുപോലെ തന്നെ ഭാര്യ എന്തെന്നും മക്കൾ എന്തെന്നും മക്കളുടെ വേദന എന്തെന്നും അറിഞ്ഞിരുന്നുവെങ്കിൽ ഈ രാജ്യത്ത് ക്യൂ നിൽക്കുന്ന സാധാരണക്കാരന്റെ പ്രയാസം മനസ്സിലാക്കാൻ, അന്യത്തിനു വേണ്ടി കരയുന്ന കുട്ടികളെ മനസ്സിലാക്കാൻ, മരുന്നിനു വേണ്ടി നെട്ടോട്ടമോടുന്ന സ്ത്രീകളെ മനസ്സിലാക്കാൻ നമ്മുടെ പ്രധാനമന്ത്രിക്ക് കഴിയുമായിരുന്നു. മുത്തലാഖൊന്നും കൂടാതെ തന്നെ 68 വിവാഹം കഴിച്ചതിന് ശേഷം യശോദാബനെ ഉപേക്ഷിച്ചു പോന്ന നമ്മുടെ പ്രധാനമന്ത്രിക്ക് അത് പെട്ടെന്ന് മനസ്സിലാകില്ല എന്ന് ഞങ്ങൾക്കറിയാം. ഞാൻ പറയുന്നത്, അല്പം പക്വതയോടുകൂടി ചിന്തിക്കാൻ നമ്മുടെ പ്രധാനമന്ത്രി സന്നദ്ധമാകേണ്ടതാണ്. ഞാൻ എന്നിടത്ത് എവിടേക്കാണ് രാജ്യം കൊണ്ടെത്തിക്കുന്നത്, അല്ലെങ്കിൽ രാജ്യത്തെ കൊണ്ടുചെന്ന് തകർക്കാൻ പോകുന്നത് എന്ന് നമ്മൾ ഗൗരവത്തോടു കൂടി വീക്ഷിക്കേണ്ടതാണ്. വൈവിധ്യങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന, രാജ്യത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന ഒരു സമീപനമാണ് ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്നുള്ളത്. ആഗോളതലത്തിലും ദേശീയ തലത്തിലുമെല്ലാം ഇതിനു മുമ്പ് നടന്ന എല്ലാ ഏകപക്ഷീയമായ നീക്കങ്ങളിലും പലപ്പോഴും പ്രതിസ്ഥാനത്ത് നിർത്താൻ ആഗ്രഹിക്കുന്നത് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയുമാണ്. ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന ആശയം അതിശക്തമായി അത്തരം ഒരു പൊതുബോധം നമ്മുടെ രാജ്യത്ത് രൂപപ്പെടുത്തിയെടുക്കാൻ നമ്മുടെ ഭരണകൂടങ്ങൾ
തങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി ഇസ്ലാം സന്തുലിതമാണ് എന്ന മുദ്രാവാക്യം ഉയർത്തുന്നത് എന്ന് ചോദിച്ചാൽ ഇത്തരമൊരു സമകാലിക വെല്ലുവിളി എന്ന അർത്ഥത്തിൽ അതിനെ അഭിമുഖീകരിക്കാൻ തീരുമാനിച്ചത് കൊണ്ട് തന്നെയാണ്. ലോകത്തെ വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക്, രാജ്യത്തെ വാർത്തകൾ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ലോക സംഭവങ്ങൾ വെച്ചുകൊണ്ട് ഇസ്ലാമും മുസ്ലിങ്ങളെയും കുറിച്ച് തെറ്റായ ധാരണകൾ രൂപപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. താടിയും തലപ്പാവും അതുപോലെ തന്നെ ശിരോവസ്ത്രവുമെല്ലാം ടെററിസത്തിന്റെ ചിഹ്നങ്ങളായി ചിത്രീകരിക്കുന്ന ഒരന്തരീക്ഷം നമ്മുടെ രാജ്യത്ത് രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. നമുക്കറിയാം, താടി എല്ലാ മതവിഭാഗത്തിന്റെയും മതചിഹ്നമാണ്. തലപ്പാവ് അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ ശിരോവസ്ത്രവും അങ്ങനെ തന്നെയാണ്. കന്യാസ്ത്രീകളുടെ ശിരോവസ്ത്രത്തിന് നാം കൊടുക്കുന്ന പരിശുദ്ധി എത്രയാണ്. മതത്തിന്റെ ചിഹ്നങ്ങളായ ശിരോവസ്ത്രവും താടിയും തലപ്പാവും ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് മാത്രം എങ്ങനെയാണ് ടെററിസം ചാപ്പകുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്ന് ഭരണകൂടം വിശദീകരിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ഒരൊറ്റ കാര്യം മാത്രം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ അടുത്ത് പുറത്തു വന്ന ഒരു കണക്കുണ്ട്. US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയും മേരിലാൻഡ് യൂണിവേഴ്സിറ്റിയും സംയുക്തമായി നടത്തിയ ഒരു പഠനം പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ആ പഠനത്തിൽ പുറത്തു വന്ന പഠനത്തിന്റെ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇന്ത്യയിൽ കഴിഞ്ഞ 15 വർഷക്കാലം നടന്ന ഭീകരാക്രമണത്തെ കുറിച്ചുള്ള പഠനമാണ്. ആ പഠനത്തിനകത്ത് പറയുന്നത് ഏതാണ്ട് 42% ഈ രാജ്യത്ത് നടന്ന ഭീകരാക്രമണത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് വളരെ കൃത്യമായി പറയുന്ന തീവ്ര ഇടതുപക്ഷമാണ്. രണ്ടാമത്തത് 35% അവ്യക്തമാണ്. 22% എന്ന് പറയുന്നത് അതിർത്തികളിൽ നടന്ന വിഘടനവാദ പ്രവർത്തനങ്ങളാണ്. 1% മാത്രമാണ് മുസ്ലിം സമൂഹത്തിൽ ആരോപിക്കപ്പെട്ടത് എന്ന് അമേരിക്കയിൽ നിന്നുള്ള പഠന റിപ്പോർട്ട് നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്ത്യയിൽ കഴിഞ്ഞ 15 കൊല്ലത്തിനിടയ്ക്ക് നടന്ന ഭീകരാക്രമണത്തിനകത്ത് 1% മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് കണക്കുകൾ സംസാരിക്കുമ്പോൾ ഇന്ത്യയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന പൊതുസമൂഹത്തിന്റെ ധാരണ എന്ത് എന്ന്, ഇന്ത്യയിലെ ജനവിഭാഗത്തിന്റെ പൊതുബോധം എന്ത് എന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടതാണ്. ആ പൊതുബോധത്തെ തകർക്കുക, ആ പൊതുബോധത്തെ തിരുത്തുക, സത്യസന്ധമായ സമീപനത്തിലേക്ക് സഹജീവികളെ കൊണ്ടുവരിക എന്നതാണ് ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ഈ സമ്മേളനത്തിലൂടെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട കേരളീയ സമൂഹത്തോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു, കേരളം ഇന്ത്യയിൽ നിന്ന് വളരെ വേറിട്ട ഒരു സംസ്ഥാനമാണ്. നാനത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ആശയത്തെ ജീവിതത്തിൽ സാക്ഷാത്കരിച്ച ഒരു പരിധിയോളം സാക്ഷാത്കരിച്ച നാടാണ് നമ്മുടെ നാട്. ഒരുമിച്ചുണ്ണുന്ന, ഒരുമിച്ചുറങ്ങുന്ന, ഒരുമിച്ച് ബിസിനസ് നടത്തുന്ന, ഒരുമിച്ച് എല്ലായിടത്തും വീട് വെച്ച് താമസിച്ചു കൊണ്ടിരിക്കുന്ന നല്ലവരായ സമൂഹമാണ് നമുക്ക് ചുറ്റും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ആ അർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്തിന്റെ വൈവിധ്യത്തെ തകർക്കാനുള്ള ആസൂത്രിതമായ നീക്കത്തെ തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കേണ്ടതാണ്. ഒറ്റക്കെട്ടായി അതിനെ അഭിമുഖീകരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതാണ്. ഇസ്ലാം എന്ന് പറയുന്നത് ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് വളരെ വിശദമായി എൻ്റെ സുഹൃത്ത് ഷമീം സാഹിബ് നിങ്ങളുമായി സംവദിക്കുന്നതാണ്. ഇസ്ലാം സുന്ദരമായ ഒരു ആശയമാണ്. പ്രകൃതിയോടും പ്രകൃതിയുടെ താളത്തിനനുസരിച്ച് താളാത്മകത ഉൾക്കൊണ്ടുകൊണ്ട് പ്രപഞ്ചത്തിലെ മുഴുവൻ സൃഷ്ടിചരാചര ോടും അതിന്റെ താളത്തിനൊത്ത് സംവദിക്കുന്ന ഒരു ദർശനമാണ്. മനുഷ്യനെ പരിഗണിക്കുന്ന, പ്രപഞ്ചത്തെ പരിഗണിക്കുന്ന, സൃഷ്ടിചരാചരങ്ങളെ പരിഗണിക്കുന്ന, മനുഷ്യ സമൂഹത്തിനകത്തെ വൈവിധ്യത്തെ പരിഗണിക്കുന്ന, ബഹുസ്വരതയെ പരിഗണിക്കുന്ന, ഭിന്ന വീക്ഷണം വെച്ചു പുലർത്തുന്ന ജനവിഭാഗത്തോട് മാന്യമായി പ്രതികരിക്കുന്ന, പ്രതിയോഗിയോട് പോലും മാന്യമായി സംവദിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്ന ഒരു സന്തുലിതമായ ദർശനമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആ അർത്ഥത്തിൽ ഈ കാലഘട്ടത്തിൽ മതങ്ങളും അതുപോലെ തന്നെ മതസമൂഹത്തിനുമിടയിൽ തുറന്ന സംവാദങ്ങളുടെ ഒരു അന്തരീക്ഷം രൂപപ്പെടണമെന്ന് ഇസ്ലാമിക പ്രസ്ഥാനം ആഗ്രഹിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമി ഈ ജില്ലാ സമ്മേളനത്തിന് തുടക്കം കുറിക്കുമ്പോൾ അത്തരം ഒരു സംവാദത്തിന്റെ ഭൂമിക രൂപപ്പെടുത്തിയെടുക്കാനാണ് ഒരു സമ്മേളനത്തിലൂടെ ജമാഅത്തെ ഇസ്ലാമി ആഗ്രഹിക്കുന്നത്. തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ഇസ്ലാമിക ദർശനത്തെ വളരെ സുന്ദരമായി ആവിഷ്കരിക്കുക. ഒരു വേള ആത്യന്തികത എന്ന് പറയുന്നത് എല്ലാ വിഭാഗത്തിലും ഉള്ളതാണ്. നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ ഒരു കണക്ക്, അമേരിക്കയിൽ നിന്ന് പുറത്തു വന്ന കണക്കനുസരിച്ച് നിങ്ങൾക്കറിയാവുന്നതുപോലെ 42% ഈ രാജ്യത്ത് ഭീകരാക്രമണങ്ങളുമായി ബന്ധപ്പെട്ട മാവോയിസമാണ് പ്രതിസ്ഥാനത്ത് നിർത്തുന്നത്. ഒരിക്കലും മാവോയിസത്തിന്റെ അതിക്രമങ്ങൾ കമ്മ്യൂണിസ്റ്റ് ദർശനത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും നമ്മൾ കൊണ്ടെത്തിക്കാറില്ല. ക്രൈസ്തവ ദർശനത്തിന്റെ പിൻബലത്തിലോ അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹത്തിൽ നിന്നോ ലോകത്ത് ധാരാളം ക്രൈസ്തവ തീവ്രവാദ പ്രവർത്തനങ്ങളുണ്ട്. അതൊരിക്കലും നമ്മൾ ക്രൈസ്തവ മതത്തെ അതിന്റെ പേരിൽ പ്രതിസ്ഥാനത്ത് നിർത്താറില്ല. ഇന്ത്യ രാജ്യത്ത് തന്നെ
സംഘപരിവാർ നടത്തുന്ന ഭീകരാക്രമണങ്ങൾ മാലേഗാവും സംജോതയും മക്ക മസ്ജിദും അജ്മീറും ബട്ടയും ഉൾപ്പെടെയുള്ള നിരവധി സംഭവങ്ങളിൽ സംഘപരിവാർ പ്രതിസ്ഥാനത്ത് നിർത്തപ്പെട്ടിട്ടുണ്ട്. അതൊരിക്കലും ഈ രാജ്യത്തെ ഭൂരിഭാഗം വരുന്ന ഹൈന്ദവ സുഹൃത്തുക്കൾ ഒരുമിച്ച് എതിർക്കുന്ന കാര്യമാണ്. ഹൈന്ദവ ദർശനത്തിന്റെ കണക്ക് പുസ്തകത്തിൽ നമ്മൾ എഴുതി ചേർത്തിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ പറയുന്നത്, ആഗോള തലത്തിൽ നടക്കുന്ന ക്രൈസ്തവ തീവ്രവാദത്തിന് ക്രൈസ്തവ ദർശനം ഉത്തരവാദിത്തമേൽക്കാത്തതുപോലെ മാവോയിസത്തിന്റെ അറ്റാക്കുകളെ, ആക്രമണങ്ങളെ യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് ദർശനം അതിന്റെ ഉത്തരവാദിത്വത്തിൽ വരാത്തതുപോലെ തന്നെ ഈ രാജ്യത്ത് സംഘപരിവാറിന്റെ ഭീകരതയോട് ഹൈന്ദവ സുഹൃത്തുക്കൾ ഉത്തരവാദിത്തപ്പെട്ടില്ല എന്നുള്ളതുപോലെ തന്നെ ഇസ്ലാമിന്റെ പേര് പറഞ്ഞുകൊണ്ട് ലോകത്ത് ഒറ്റപ്പെട്ട വ്യക്തികളോ അല്ലെങ്കിൽ സംഘങ്ങളോ ചെയ്യുന്ന ആത്യന്തികതകളെ ഇസ്ലാമിക ദർശനത്തിന്റെയും കണക്ക് പുസ്തകത്തിൽ ചേർക്കാൻ നമുക്ക് സാധ്യമല്ല. മതത്തിന്റെ യഥാർത്ഥ ധാരയിൽ നിന്നുകൊണ്ട് വളരെ സുന്ദരമായ ആശയ സംവാദത്തിന്റെ ആരോഗ്യകരമായ അന്തരീക്ഷം രൂപപ്പെടുത്തിയെടുക്കാൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കാലം നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. അടച്ചിട്ട വാതിലുകൾക്കകത്ത് നിന്നുകൊണ്ടല്ല മതങ്ങൾ സംവദിക്കേണ്ടത്. മതസമൂഹങ്ങൾ അവരുടെ വാതായനങ്ങൾ തുറന്നു വെക്കണം. വാതിലുകൾ കൊട്ടിയടക്കരുത്. പരസ്പരം ഒരുമിച്ച് സംസാരിക്കുവാനും അതുപോലെ തന്നെ ആശയപരമായ പങ്കുവെപ്പിനും അവർ സന്നദ്ധമാകണം. ഈ രാജ്യത്ത് മീഡിയകളുടെ പിൻബലത്തോടുകൂടി രൂപപ്പെടുത്തിയെടുത്തിരിക്കുന്ന പൊതുബോധത്തെ തിരുത്താൻ അതല്ലാതെ നമ്മുടെ മുമ്പിൽ മറ്റു വഴികളില്ല. ഹൈന്ദവ ദർശനത്തെക്കുറിച്ച് മുസ്ലിം സഹോദരന്മാർ കേൾക്കട്ടെ, ക്രൈസ്തവ ദർശനത്തെക്കുറിച്ച് മറ്റ് ജനവിഭാഗങ്ങൾ കേൾക്കട്ടെ, കമ്മ്യൂണിസവും ക്യാപിറ്റലിസവും ഒക്കെ ചർച്ച ചെയ്യട്ടെ. ഇസ്ലാമിക പ്രസ്ഥാനം അത്തരം ഒരു ചർച്ചാ സംസ്കാരത്തിന് ഈ കേരളത്തിൽ തുടക്കം കുറിച്ച പ്രസ്ഥാനമാണ്. ജമാഅത്തെ ഇസ്ലാമി പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഹിന്ദു മുസ്ലിം ഡയലോഗ് സംഘടിപ്പിച്ചിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമി പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ക്രൈസ്തവ ഇസ്ലാം ചർച്ച സംഘടിപ്പിച്ചിട്ടുണ്ട്. കമ്മ്യൂണിസവുമായി സംവാദത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. സൗഹാർദ്ദത്തിന്റെ അന്തരീക്ഷത്തിൽ വേദിയിൽ സ്വാമിമാരെയും അതുപോലെ തന്നെ ഈ രാജ്യത്തെ ക്രൈസ്തവ പണ്ഡിതന്മാരെയും കമ്മ്യൂണിസ്റ്റ് ദാർശനികന്മാരെയും ഇരുത്തിക്കൊണ്ട് വ്യത്യസ്ത ധാരയിലുള്ള ആളുകളെ മുമ്പിൽ ഇരുത്തിക്കൊണ്ട് സന്തോഷത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും സമാധാനത്തിന്റെയും അന്തരീക്ഷത്തിൽ യോജിക്കുകയും വിയോജിക്കുകയും ചെയ്യാൻ ജമാഅത്തെ ഇസ്ലാമി കേരളത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. സഹോദരന്മാരെ, ആർപ്പുവിളിയോടെയും മാരവങ്ങളോടെയുമല്ല, പരാജയപ്പെടുത്തലും വിജയിക്കലുമല്ല, പരസ്പരം അറിയുക എന്ന ആശയ സംവാദത്തിന്റെ മർമ്മത്തെ സ്പർശിച്ച പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് എന്റെ സഹോദരന്മാർ മനസ്സിലാക്കണം. തആലൗ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനകും, നിങ്ങൾ വരിക, നമുക്ക് യോജിപ്പിന്റെ തലങ്ങളിൽ നിന്ന് സംവദിച്ചു തുടങ്ങാം എന്ന വേദഗ്രന്ഥത്തിന്റെ വാക്യം വിശുദ്ധ ഖുർആനാണ് സമൂഹത്തിന്റെ മുമ്പിൽ വെക്കുന്നത്. മഹാനായ പ്രവാചകൻ അതാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത്. പ്രവാചകന്റെ 10 കൊല്ലം അബൂ താലിബാണ് പ്രവാചകന് സംരക്ഷണം കൊടുത്തത്. പ്രവാചകന്റെ 10 കൊല്ലത്തിന് ശേഷം അള്ളാഹുവിന്റെ പ്രവാചകൻ, ഇത് ഞാൻ പറയുന്നത് ഒരു ബഹുസ്വര സമൂഹത്തിനകത്ത് മാറ്റി നിർത്തപ്പെടേണ്ടുന്ന ഒരു ജനവിഭാഗമല്ല ഇസ്ലാമിക സമൂഹം. ഒരു ബഹുസ്വര സമൂഹത്തിനകത്ത് ആരോഗ്യകരമായി നിലനിൽപ്പിന്, ആ ഒരു ബഹുസ്വരതയുടെ ആരോഗ്യകരമായ നിലനിൽപ്പിനോട് ആരോഗ്യകരമായി പ്രതികരിക്കുന്ന ഒരു ഘടകമാണ് ഇസ്ലാമിക സമൂഹം. പ്രവാചകനെ 10 കൊല്ലം കഴിഞ്ഞിട്ട് മുത്തഇം എന്ന് പറയുന്ന മുശ്രിക്കായ മനുഷ്യനാണ് സംരക്ഷിച്ചത്. അത് കഴിഞ്ഞിട്ട് പ്രവാചകൻ മക്കയിൽ നിന്ന് സിരിബിലേക്ക് പോകുമ്പോൾ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് എന്ന് പറയുന്ന മുസ്ലിം അല്ലാത്ത വ്യക്തിയുടെ സാന്നിധ്യത്തിലാണ് ചർച്ച നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് തലയെടുത്താൽ 100 ഒട്ടകം കിട്ടുമെന്ന് ഇനാം പ്രഖ്യാപിച്ചതിന് ശേഷവും മക്കയിൽ നിന്ന് സിരിബിലേക്കുള്ള പ്രവാചകന്റെ യാത്രയിൽ വഴികാട്ടിയായി പ്രവാചകന്റെ കൂടെയുണ്ടായിരുന്നത് മുശ്രിക്കായ അബ്ദുല്ലാഹ് ഇബ്നു ഉറൈഖിൽ എന്ന് പറയുന്ന മനുഷ്യനാണ്. അത് കഴിഞ്ഞ് യസ്രിബിലെത്തിയതിന് ശേഷം അള്ളാഹുവിന്റെ പ്രവാചകൻ കരാറിൽ ഏർപ്പെട്ടത് അവിടെയുള്ള വ്യത്യസ്ത മതധാരകളുമായിട്ടാണ്. അതും കഴിഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യോഗത്തോട് വിട പറയുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകന്റെ പടയങ്കി 30 ഇടങ്ങഴി യവത്തിന് ആഹാരത്തിന് വേണ്ടി ഒരു ജൂതന്റെ കയ്യിൽ പണയത്തിലാണ്. ഞാൻ പറയുന്നത്, ജനിച്ച് ജീവിച്ച് മരിക്കുന്നത് വരെ അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ ചുറ്റുമുള്ള വൈവിധ്യങ്ങളോട് സഹകരിച്ചും സഹവർത്തിത്വത്തിൽ ഏർപ്പെട്ടും സംവാദം നടത്തിയോ അതേസമയം തന്നെ ആ ജനവിഭാഗവുമായി സഹകരിച്ചുമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത് എന്ന് നിങ്ങൾക്ക് കാണാവുന്നതാണ്. പ്രിയമുള്ളവരെ, 7 പതിറ്റാണ്ടിന്റെ ജമാഅത്തെ ഇസ്ലാമി ഈ ഇസ്ലാമിന്റെ പ്രതിനിധാനമാണ് നിർവഹിക്കുന്നത്. പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി ബഹുസ്വരങ്ങളെ ആദരിച്ചുകൊണ്ട് ആരോഗ്യകരമായ സംവാദം രൂപപ്പെടുത്തിക്കൊണ്ട് അതിലുപരി ഈ രാജ്യത്തെ ജനവിഭാഗത്തിന്റെ മൗലികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി സ്വയം സമർപ്പിച്ചുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് പോയിട്ടുള്ളത്. ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരെയും പ്രസ്ഥാനത്തെയും നിങ്ങൾക്ക് പഠിക്കാം. ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം പ്രാഥമികമായ ആവശ്യങ്ങൾ നിർവഹിക്കുന്നിടത്ത് മതത്തിന്റെ കണ്ണ് ജമാഅത്തെ ഇസ്ലാമി കണ്ടിട്ടില്ല. കുടിവെള്ളം കിട്ടാത്തവന്റെ മുമ്പിൽ ജീവജലമായി കൊണ്ട് ജമാഅത്തെ ഇസ്ലാമി അവതരിച്ചിട്ടുണ്ട്.
അവിടെ ജീവജലം എത്തിച്ചു കൊടുക്കുന്നിടത്ത് മതത്തിന്റെ കണ്ണോടുകൂടിയല്ല, മനുഷ്യനെയാണ് ജമാഅത്തെ ഇസ്ലാമി അന്വേഷിച്ചിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, പൂച്ചുന്ന തണുപ്പിൽ, കോരിച്ചൊരിയുന്ന മഴയത്ത്, ചുട്ടുപൊള്ളുന്ന വെയിലത്ത് ആകാശം മാത്രം മേൽക്കൂരയായി കാണുന്ന ഒരു വീടെന്നത് സ്വപ്നം പോലുമായി കാണാൻ കഴിയാത്ത നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് ഇസ്ലാമിക പ്രസ്ഥാനത്തിലെ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ വീർപ്പൊഴുക്കിക്കൊണ്ട് ചുട്ടുപൊള്ളുന്ന വെയിലിൽ നിന്നും കോരിച്ചൊരിയുന്ന മഴയിൽ നിന്നും കാരുണ്യത്തിന്റെ മേൽക്കൂരയൊരുക്കി കൊടുത്തിട്ടുണ്ട്. ആ മേൽക്കൂരയ്ക്ക് കീഴിൽ താമസിക്കുന്നവൻ ഏത് മതക്കാരനെന്ന് ജമാഅത്തെ ഇസ്ലാമിക്കാരൻ അന്വേഷിച്ചിട്ടില്ല. വീടില്ലാത്തവന് വീടായി, കുടിവെള്ളമില്ലാത്തവന് കുടിവെള്ളമായി, അന്നമില്ലാത്തവന് റേഷനായി. നിങ്ങൾക്കറിയാമോ, ഇന്നും ഉത്തരേന്ത്യയുടെ ഗ്രാമങ്ങളിൽ ഇരുളടഞ്ഞു കിടക്കുന്ന ഒരുപാട് ഗ്രാമങ്ങളുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ പടി കാണാത്ത കുട്ടികളുണ്ട്. അതുപോലെ തന്നെ 4,000, 5,000, 10,000 രൂപ കിട്ടിയാൽ ജീവിതത്തിന് ഒരു തുടക്കം കുറിക്കാമെന്ന് ആഗ്രഹിക്കുന്ന, വിവാഹം കഴിക്കാത്ത, പുറഞ്ഞിറഞ്ഞു നിൽക്കുന്ന പെൺകുട്ടികളുണ്ട്. അത്തരം ഇരുട്ട് മാത്രം കടന്നു ചെന്ന, വെളിച്ചത്തിന്റെ കീറുപോലും എത്തി നോക്കാത്ത ഗ്രാമങ്ങളിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകരെത്തിയിട്ടുണ്ട്. ആ ഗ്രാമങ്ങളെ സമുദ്ധരിക്കാൻ, അവർക്ക് വിജ്ഞാനത്തിന്റെ വെളിച്ചം പകർന്നു കൊടുക്കാൻ, അവർക്ക് കാരുണ്യത്തിന്റെ മേൽക്കൂര പണിതു കൊടുക്കാൻ, അവർക്ക് വൈവാഹിക ജീവിതത്തിന്റെ തുടക്കം കുറിക്കാൻ നൂറുകണക്കിന് വിവാഹങ്ങൾക്ക് ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ നേതൃത്വം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കറിയില്ലേ, ഉത്തരേന്ത്യയിലെ തെരുവോരങ്ങളിലൂടെ രക്ഷവലിക്കുന്ന സാധാരണക്കാരനോട് ചോദിച്ചാൽ ഒരുപക്ഷേ അവർ പറയും, വിഷൻ 2016 ഞങ്ങൾക്ക് ജീവിക്കാനുള്ള ഈ റിക്ഷ വാങ്ങി തന്നത് എന്ന് പറയുന്ന ഒരു തലമുറയെ, അഥവാ ഒരു പ്രസ്ഥാനം, ഒരു കൊച്ചു പ്രസ്ഥാനമാണെങ്കിലും ഇന്ത്യയുടെ നാനാദിക്കുകളിലും തെരുവോരങ്ങളിലും ഈ പ്രസ്ഥാനം ജീവിച്ചിരിക്കുന്നതിന്റെ സുന്ദരമായ കൊടിയടയാളങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ കണ്ടെത്താൻ കഴിയുന്നതാണ് സഹോദരന്മാരെ. അവിടം കൊണ്ട് തീരുന്നില്ല. ദുരന്ത ഭൂമിയിൽ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ എത്താറുണ്ട്. രാജ്യം ഒരുപാട് പ്രളയങ്ങൾ നേരിട്ടിട്ടുണ്ട്. സുനാമി ദുരന്തത്തിൽ നിന്ന് തൊട്ട് ലാത്തൂരിലെയും കില്ലാരിയിലെയും ഉസ്മാനാബാദിലെയും ഭൂകമ്പം തൊട്ട് ഏറ്റവും അവസാനം നിങ്ങൾക്കറിയില്ലേ, അങ്ങ് നേപ്പാളിലെ പ്രളയം തൊട്ട്, നേപ്പാളിലെ ദുരന്തം തൊട്ട് ഏതാണ്ട് കാശ്മീരിലെ പ്രളയം വരെ അവിടെയെല്ലാം കേരളത്തിൽ നിന്ന് ഓടിയെത്തിയ മലയാളികളെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ മലയാളികൾ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ, സേവന സജ്ജരായി വളർത്തിയെടുത്ത IRWന്റെ പ്രവർത്തകരാണ്. കലാപം നക്കിത്തുടച്ച ഗ്രാമങ്ങളെ പുനരുദ്ധരിപ്പിക്കുവാൻ, ഉദ്ധരിപ്പിക്കാൻ വേണ്ടി ജമാഅത്തെ ഇസ്ലാമി എത്തിയിട്ടുണ്ട്. മുസഫർ നഗറിലും ആസാമിലും കലാപങ്ങൾക്ക് എരിവ് പകരാനല്ല, കലാപങ്ങളിൽ വിഷലിപ്തമായ പ്രസ്താവനകൾ ഇറക്കാനല്ല, കലാപങ്ങൾക്ക് കോപ്പ് കൂട്ടാനല്ല, കലാപങ്ങളിൽ പക്ഷം പിടിക്കാനല്ല, കലാപങ്ങളിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തെ തെരഞ്ഞിട്ടല്ല, കലാപങ്ങൾ തകർത്തെറിഞ്ഞ ഗ്രാമങ്ങളെ യഥാർത്ഥത്തിൽ മനുഷ്യ ജീവിതം സാധ്യമാകുന്ന സ്വഭാവത്തിൽ പുനരുദ്ധരിക്കാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകരെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് വളരെ വിനയപുരസ്സരം ഞാൻ ആവശ്യപ്പെടാൻ ആഗ്രഹിക്കുന്നത്, പ്രിയമുള്ളവരെ, ഇസ്ലാമിന്റെ സുന്ദര മുഖത്തെ സമകാലിക ലോകത്ത് ആവിഷ്കരിക്കാൻ ജമാഅത്തെ ഇസ്ലാമി ആഗ്രഹിക്കുന്നു. ഈ രാജ്യത്തെ സാധാരണക്കാരന്റെ കൂടെ നിന്ന് അവരുടെ മൗലികമായ ആവശ്യങ്ങളെ അഭിമുഖീകരിച്ച് അവർക്ക് നേരെ വന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെ ചെറുത്തുനിന്ന് അധർമ്മത്തോട് സന്ധിയില്ലാതെ പൊരുതി, അനീതിയോട് വിട്ടുവീഴ്ച ചെയ്യാതെ രാജ്യത്തെ എല്ലാ വൈവിധ്യങ്ങളെയും ചേർത്ത് വെച്ച, സാമുദായികതയോടും വർഗീയതയോടും അതിശക്തമായ നിലപാട് സ്വീകരിച്ച, തീവ്രവാദത്തെ മുളയിലെ നുള്ളിക്കളഞ്ഞ് സമാധാന അന്തരീക്ഷത്തിൽ അവധാനതയോടുകൂടി രാജ്യത്തിന്റെ വൈവിധ്യത്തിന്റെ സൗന്ദര്യം പൂർണ്ണമായി നുകർന്ന് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. ആ അർത്ഥത്തിൽ ഈ സമ്മേളനം യഥാർത്ഥത്തിൽ തുടക്കം കുറിക്കുന്നത് ഇത്തരം ഒരു സംവാദത്തിനാണ്. അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന സംവാദമല്ലേ? ഇത്തരം ഒരു ആശയവിനിമയത്തിനാണ്. അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആശയവിനിമയമല്ലേ? ഇത്തരമൊരു ആ അർത്ഥത്തിലുള്ള സൗഹൃദത്തിന്റെ ഭൂമികയൊരുക്കാനാണ് അത് നിങ്ങൾ കൊതിക്കുന്ന ഒരു ഭൂമികയല്ലേ? അതുകൊണ്ട് ആത്യന്തികതയ്ക്കും അതുപോലെ തന്നെ തീവ്രവാദത്തിനും അതുപോലെ തന്നെ വർഗീയതയ്ക്കും മധ്യേ മനുഷ്യരെന്ന നിലക്ക്, പച്ച മനുഷ്യരെന്ന നിലക്ക് സ്വതന്ത്രമായി സമാധാനപരമായി കൊച്ചു വർത്തമാനങ്ങൾ പറഞ്ഞ ആശയങ്ങളുടെ പങ്കുവെപ്പ് നടക്കുന്ന ഒരു നല്ല നാളെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി സമ്മേളനത്തിന് തുടക്കം കുറിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ പറയുന്നു, നിങ്ങൾ ഇനി ജനങ്ങളിലേക്ക് ഇറങ്ങുക. മാലോകരോട് ഞാൻ പറയുന്നു, നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകരെ നിങ്ങളുടെ വീടുകളിൽ സന്തോഷപൂർവ്വം സ്വീകരിക്കുക. നമുക്കിരിക്കണം, നമുക്ക് സംസാരിക്കണം. ഒരു പുതിയ ആകാശവും ഒരു പുതിയ ഭൂമിയും ഒരു പുതിയ സമൂഹത്തിൻ്റെയും നിർമ്മിതി നമുക്ക് സാധ്യമാകണം. മനുഷ്യൻ എന്ന് പറയുന്ന അടിസ്ഥാനപരമായ ഒരു ഘടകത്തെ നിരാകരിക്കുന്ന ദർശനമുണ്ടോ? മനുഷ്യൻ എന്ന് പറയുന്ന അടിസ്ഥാന ജനവിഭാഗത്തിന്റെ പൗരാവകാശങ്ങളെ
ദർശനങ്ങളെ ചോദ്യം ചെയ്യുന്ന ഒരു ദർശനമുണ്ടോ? ഇല്ല എങ്കിൽ മനുഷ്യൻ എന്ന് പറയുന്ന അടിസ്ഥാന ഘടകത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം യോജിക്കുന്നുവെങ്കിൽ ആ യോജിപ്പിൽ നിന്ന് നമ്മുടെ ചർച്ചകളും സംവാദങ്ങളും ആരോഗ്യകരമായി പുരോഗമിക്കട്ടെ. അവിടെ നിന്നാണ് ഒരു പുതിയ ജനത പിറക്കുക. ആ ഒരു പുതിയ ജനതയുടെ നിർമ്മിതി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ മഹത്തായ നവോത്ഥാന പ്രസ്ഥാനം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ആ അർത്ഥത്തിലുള്ള സമ്മേളനത്തിന് തീർച്ചയായിട്ടും ഇത് നാന്ദി കുറിക്കുമെന്ന് നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് സമ്മേളനത്തിന്റെ പ്രഖ്യാപനം നിർവഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം ഇടുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. 2017 ഫെബ്രുവരി 5-ാം തീയതി കണ്ണൂരിൽ നടക്കുന്ന ജമാഅത്തെ ഇസ്ലാമി ജില്ലാ സമ്മേളനത്തെ പ്രഖ്യാപിച്ച ജമാഅത്തെ